എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഭാരതി കേൾക്കാം. ഓക്കെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു സെഷൻ ഓൾറെഡി നടത്തിയിരുന്നു. നമ്മളുടെ CA ഇന്റർമീഡിയറ്റ് ഫാക്കൽറ്റി പാനൽസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തന്നിരുന്നു. അപ്പോൾ അതിനോട് അനുബന്ധിച്ച് തന്നെ നമ്മുടെ CA ഇന്റർമീഡിയറ്റിലേക്ക് വരുമ്പോൾ ഉള്ള 6 സബ്ജക്റ്റുകൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ സിലബസ് ആണ് നമ്മൾ ഫോളോ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ 6 സബ്ജക്ട്സ് ആണ് ഉള്ളത്. അപ്പൊ അതിൽ ഓരോ സബ്ജക്റ്റിന്റെയും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതിന്റെ സിലബസുകൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണ് നമ്മൾ ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ആദ്യ ഘട്ടമാണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം ഓൾ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഇച്ചിരി ഉറക്കെ പറയാമോ? കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നില്ല? ഓക്കെ, ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ ആണോ? കേൾക്കാമോ? ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണ് മോനെ. ഫോണിന്റെ ഓഡിയോ ഒന്ന് ചെക്ക് ചെയ്തോണേ. എനിക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ ഈ ഒരു സൂം സെഷൻ പ്രധാനമായിട്ടും ജോയിൻ ചെയ്തിരിക്കുന്ന കുട്ടികൾ എന്ന് പറയുന്നത് നമ്മളുടെ CA ഫൗണ്ടേഷൻ എക്സാംസ് ഒക്കെ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെ, അവർക്കും അതേപോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞ് ഡയറക്റ്റ് എൻട്രി സ്കീം വഴി CA ഇന്റർമീഡിയറ്റിലേക്ക് ജോയിൻ ചെയ്യാൻ നിൽക്കുന്ന കുട്ടികളുമാണ് ഈ ഒരു സെഷനിലുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട്, ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, ഇന്ന് കേരളത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ CA ഇന്റർമീഡിയറ്റ് റിസൾട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് IIT പ്രൊഫഷണൽ ക്യാമ്പസ്. അപ്പോൾ ഒരു ഒറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നമുക്ക് ഇത്രത്തോളം ഒരു റിസൾട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെയധികം അഭിമാനവും സന്തോഷവും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ ജോയിൻ ചെയ്തിരിക്കുന്ന CA ഫൗണ്ടേഷൻ അതേപോലെ ഡയറക്ടർ കുട്ടികൾക്ക് കൂടുതൽ ഒരു വൺ ഓഫ് ദ ടഫസ്റ്റ് ലെവൽ CA ആ ഒരു ജേർണിയിൽ ഒരു ടഫസ്റ്റ് ലെവലായി കാണുന്ന ഇന്റർമീഡിയറ്റിനെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വളരെയധികം ഹെൽപ്ഫുൾ ആക്കും ഈ ഒരു സെഷൻ. അപ്പൊ ഈ കഴിഞ്ഞ നവംബർ 2023 നമുക്ക് ഏറ്റവും നല്ലൊരു റിസൾട്ട് വീണ്ടും കൊടുക്കാൻ കഴിഞ്ഞത്. അപ്പൊ അതില് നമ്മുടെ IIT മാത്രമല്ല അതിന്റെ പുറകിൽ പ്രവർത്തിച്ച് അതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായി നിന്നത് നമ്മളുടെ ഒരു സെറ്റ് ഓഫ് ഫാക്കൽറ്റി പാനൽ ഉണ്ട്. അപ്പൊ അവരുടെ ഒരു ഹെൽപ്പ് ഇല്ലാതെ, അല്ലെങ്കിൽ അവര് ഇല്ലാതെ നമുക്ക് ഈ ഒരു റിസൾട്ട് ഒരിക്കലും എത്തിക്കാൻ പറ്റില്ല. അപ്പം വളരെയധികം സന്തോഷം അവരിലേക്കും അവര് ഇതിനൊപ്പം നമ്മുടെ ഒപ്പം നിൽക്കാൻ സാധിച്ചതില്. അപ്പോ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അതിലൊരാളെ, ഏറ്റവും നമ്മുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി എന്ന് പറയുന്ന നിങ്ങളുടെ CA ഇന്റർമീഡിയറ്റിൽ വരുമ്പോൾ പഠിക്കാൻ പോകുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും മികച്ച ഒരു ഫാക്കൽറ്റിയാണ് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്, CA സൂരജ് സർ. അപ്പൊ സർ ഇന്ന് ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ, വെൽക്കം സർ. താങ്ക് യു ബാബു. അപ്പോൾ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീസ് വൺ ഓഫ് ദ ലീഡിംഗ് പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതേപോലെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി സബ്ജക്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫാക്കൽറ്റിയും കൂടെയാണ്. അദ്ദേഹം ഫാക്കൽറ്റി എന്നതിനേക്കാൾ ഉപരി ഒരു കാര്യവും കൂടെ പറയാം, നമ്മുടെ IITയുടെ ഒരു അലുമിനി സ്റ്റുഡന്റും കൂടെയാണ്. അദ്ദേഹത്തിന്റെ CA ജേർണിയിൽ ഇന്റർമീഡിയറ്റ് ഫൗണ്ടേഷൻ തുടങ്ങിയ ലെവൽസ് എല്ലാം നമ്മളോടൊപ്പം IITക്കൊപ്പം ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോ അത് മാത്രമല്ല, അതിനേക്കാളും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ റിസൾട്ടുകളിൽ, ഇപ്പം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നവംബർ 2022-23 ഇന്റർമീഡിയറ്റ് റിസൾട്ടുകളിൽ കോസ്റ്റ് അക്കൗണ്ടൻസി സബ്ജക്റ്റുകളിൽ ഏറ്റവും കൂടുതൽ സബ്ജക്ട് എക്സംഷൻസ് കിട്ടിയ ഒരു സബ്ജക്റ്റും കൂടെയാണ്. അപ്പൊ അത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ CA സൂരജ് സർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വലിയൊരു ഒരു കൈ അതിൽ പ്രധാനമായിട്ട് നമ്മുടെ കുട്ടികളിലുണ്ട്. അപ്പൊ അദ്ദേഹമായിരിക്കും ഈ പ്രാവശ്യവും നിങ്ങളുടെ ഈ ഒരു സബ്ജക്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വളരെയധികം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഈ ഒരു സബ്ജക്റ്റുമായി കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ ചോദിക്കാം. ഈ ഒരു സെഷനകത്ത് അദ്ദേഹം അത് ക്ലിയർ ചെയ്ത് തരും. മാത്രമല്ല, ഹലോ, കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു സെഷൻ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു സെഷൻ CA സുരേഷ് സാറിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് തോന്നുന്നു, ഈ എക്സംഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം.
നമുക്ക് 60 മാർക്ക് കിട്ടുന്ന സബ്ജക്ട് ഇപ്പൊ ഗ്രൂപ്പ് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പോലും ആ സബ്ജക്ട് പിന്നീട് എഴുതണ്ട എന്നുള്ളതാണ് എക്സംഷൻ എന്ന് പറയുന്നത്. അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ 2022 നവംബർ റിസൾട്ട് ആയിരുന്നു. എനിക്ക് തോന്നുന്നു 30 എബോവ് സ്റ്റുഡൻസിന് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി സൂരജ് സാർ എടുത്ത സബ്ജക്റ്റിൽ എക്സംഷൻ കിട്ടി. ഭയങ്കര കാര്യമായിരുന്നു, ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ 2023 റിസൾട്ട് ഈ നവംബറിൽ വന്നപ്പോഴും അതിലുമുണ്ട് എബോവ് 30 സ്റ്റുഡൻസിന് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിയിൽ സാർ എടുക്കുന്ന സബ്ജക്റ്റിൽ എക്സംഷൻ ഉണ്ട്. അപ്പോ ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്, അവർക്കാർക്കും ഇനി ആ സബ്ജക്ട് എഴുതണ്ട. അപ്പൊ അത്രയ്ക്ക് നിങ്ങളെ പഠിപ്പിക്കുന്ന, നിങ്ങളെ അത് ക്ലാസ് റൂമിൽ വെച്ച് നിരവധി തവണ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അത് ക്ലിയർ ആക്കിയതിന് ശേഷമേ നിങ്ങളെ അദ്ദേഹം പുറത്തേക്ക് വിടുകയുള്ളൂ. അപ്പൊ അങ്ങനെയാണ്, പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ട, ഫൗണ്ടേഷനിലൊക്കെ നിങ്ങളുടെ ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള ആളാണ്. ഓക്കെ സർ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. താങ്ക് യു പാർവതി, താങ്ക് യു സർ. ഓക്കെ, എന്നെ ഒന്ന് ഹോസ്റ്റ് ആക്കാം. ഓക്കെ സർ, കണ്ടിന്യൂ ചെയ്യാം. ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോ CA ഫൗണ്ടേഷൻ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട്, CA ഫൗണ്ടേഷന്റെ എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട്, BCom കഴിഞ്ഞ അല്ലെങ്കിൽ BCom എഴുതി ഈ ലാസ്റ്റ് ഇയർ എഴുതാൻ പോകുന്ന കുട്ടികളുണ്ടായിരിക്കാം. അപ്പോ ഈ വർഷത്തെ CA ഇന്റർവ്യൂ വളരെ പ്രത്യേകത ഉള്ള ഒരു CA ആണ്. കാരണം നമ്മുടെ ന്യൂ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടതാണ്. പുതിയ സിലബസ്, പുതിയ കോഴ്സ്, പുതിയ രീതി, പുതിയ എക്സാമിനേഷൻ, പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഈ കോഴ്സിൽ CA ഇന്റർമീഡിയറ്റിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം എന്ന് വെച്ച് നമുക്ക് തുടങ്ങാം. എന്നിട്ട് പെതുക്കെ നമുക്ക് CA ഇന്റർമീഡിയറ്റിനെ പറ്റി സംസാരിച്ച് അത് കഴിഞ്ഞിട്ട് കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലോട്ട് ഞാൻ വരാം. Now, CA ഇന്റർ എന്ന് പറയുന്ന ഈ ഒരു കോഴ്സിൽ നമുക്ക് ആസ് ഓഫ് നൗ 3 രീതിയിൽ നമുക്ക് ജോയിൻ ചെയ്യാം. ഫസ്റ്റ്, നിങ്ങൾക്ക് തന്നെ അറിയുന്ന റൂട്ട്, ഫസ്റ്റ് CA ഫൗണ്ടേഷൻ പാസ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് CA ഇന്റർമീഡിയറ്റിലോട്ട് വരാം, ഫസ്റ്റ് റൂട്ട്. സെക്കൻഡ് റൂട്ട്, കഴിഞ്ഞ ഈ ന്യൂ സിലബസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ സെക്കൻഡ് റൂട്ട് ഇച്ചിരി ഡിഫിക്കൽട്ട് റൂട്ടായിരുന്നു, വിച്ച് ഈസ് ഡയറക്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് വന്ന കുട്ടികൾക്ക് നമുക്ക് CA ഇന്റർമീഡിയറ്റിൽ വരായിരുന്നു. പക്ഷെ ഈ CA ഇന്റർമീഡിയറ്റ് ജോയിൻ ചെയ്യണമെങ്കിൽ അവർക്ക് ആദ്യം 9 മാസത്തെ ട്രെയിനിങ് ചെയ്യണം, പിന്നെ ഇന്റർമീഡിയറ്റിന്റെ ക്ലാസ് ഇരുന്ന് ഇന്റർമീഡിയറ്റ് പാസ്സായി അത് കഴിഞ്ഞിട്ട് ബാക്കി ആർട്ടിക്കിൾഷിപ്പ് ചെയ്യണം എന്നുള്ള കുറെ പ്രശ്നങ്ങളൊക്കെ ഡയറക്റ്റ് എൻട്രിക്കകത്ത് ഉണ്ടായിരുന്നു നേരത്തെ. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തിട്ടാണ് പുതിയ സ്കീമിനകത്ത് ഡയറക്റ്റ് എൻട്രി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പുതിയ സ്കീമിൽ ഡിഗ്രി കഴിഞ്ഞ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിക്ക് ഈ ആർട്ടിക്കിൾഷിപ്പ് മുമ്പേ ചെയ്യണം എന്നുള്ള ക്രൈറ്റീരിയ ഇല്ല. അവർക്കും നേരെ CA ഇന്റർമീഡിയറ്റ് എഴുതി അത് കഴിഞ്ഞിട്ട് അവർ 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് ഒരു മൂന്നാമത്തെ റൂട്ടും കൂടെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ റൂട്ട് എന്ന് പറയുന്നത് ICSI, കമ്പനി സെക്രട്ടറിയോ അല്ലെങ്കിൽ ICMAI, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ കോഴ്സ് ഇന്റർമീഡിയറ്റ് പാസ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് ഡയറക്റ്റ് എൻട്രി നേരെ CA ഇന്റർമീഡിയറ്റിലോട്ട് വരാം. പക്ഷെ അതിന്റെ ക്രൈറ്റീരിയ എന്താ? അവർ ഈ പറയുന്ന കോഴ്സിന്റെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ കമ്പനി സെക്രട്ടറി അല്ലെങ്കിൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് CMA കോഴ്സിന്റെ ഇന്റർമീഡിയറ്റ് പാസ്സാവണം. ഈ രണ്ടിന്റെ ഇന്റർമീഡിയറ്റ് പാസ് ആയാലും നമുക്ക് നേരെ CAയുടെ ഇന്റർമീഡിയറ്റിൽ ജോയിൻ ചെയ്യാം. അപ്പോ ഒരു CA ഇന്റർമീഡിയറ്റിലോട്ട് വരാൻ 3 റൂട്ടിൽ, ഒന്ന് CA ഫൗണ്ടേഷൻ, മെജോറിറ്റി സ്റ്റുഡന്റ് ഇപ്പോൾ CA ഫൗണ്ടേഷൻ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളായിരിക്കും. പിന്നെ ഡയറക്റ്റ് എൻട്രി ഇപ്പം പുതിയ സ്കീമിൽ വളരെ ഇതാക്കിയിട്ടുണ്ട്, ലിബറൽ ആക്കിയിട്ടുണ്ട്. നമുക്ക് ഡയറക്ട്ലി നമുക്ക് CA ഇന്റർമീഡിയറ്റിലോട്ട് വരാം വിത്തൗട്ട് ഡൂയിങ് എനി ടൈപ്പ് ഓഫ് ആർട്ടിക്കിൾഷിപ്പ്. പക്ഷെ അതിനകത്ത് പഴയ ക്രൈറ്റീരിയ പഴയതുപോലെ ഉണ്ട്. കൊമേഴ്സ് ഗ്രാജുവേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ 55%, അതർ ഗ്രാജുവേഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അറൌണ്ട് 60% നമുക്ക് വേണം. ഓക്കെ, ഇനി അത് കൂടാതെ നേരത്തെ ഉള്ള ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് കൊമേഴ്സിന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നായിരുന്നു. പക്ഷെ ഇപ്പോ അവർക്ക് ഡ്യൂറിങ് ദർ ലാസ്റ്റ് ഇയർ അവർക്ക് ലാസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിൽ അവർക്ക് വേണമെങ്കിൽ ഇതിന് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്റർമീഡിയറ്റിലോട്ട് കയറാനുള്ള റൂട്ട്. ഇനി ഇന്റർമീഡിയറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്? അപ്പോ നിങ്ങൾക്ക് നേരത്തെ അറിയാം, പഴയ സ്കീമിൽ നമുക്ക് ടോട്ടലി 8 സബ്ജക്ട് ഉണ്ടായിരുന്നു, ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻടു 2 ഗ്രൂപ്പ്സ് നേരത്തെ.
അപ്പോ ഇപ്പോഴുള്ള പുതിയ സ്കീമിൽ CA ഇന്ററിൽ ടോട്ടലി 6 സബ്ജക്ട്സ് ആണുള്ളത്. അപ്പോ നേരത്തെ 8 സബ്ജക്ട്സ് നിന്ന് ഇപ്പൊ പുതിയ സ്കീമിൽ 6 സബ്ജക്ട്സ് ആയി. ആൻഡ് ദിസ് 6 സബ്ജക്ട് ഇസ് ഡിവൈഡ് ഇൻ ടു 2 ഗ്രൂപ്പ്സ്. ആദ്യം ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1 3 സബ്ജക്ട്, ഗ്രൂപ്പ് 2 3 സബ്ജക്ട്. ഗ്രൂപ്പ് 1 3 സബ്ജക്ട് എന്ന് പറയുന്നത് പേപ്പർ 1 എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ നിങ്ങൾ ഫൗണ്ടേഷനിൽ പഠിച്ച അക്കൗണ്ടിങ്ങിന്റെ അഡ്വാൻസ്ഡ് വെർഷൻ. നിങ്ങൾ എവിടെ പഠിച്ചു നിർത്തിയോ, നിങ്ങൾ എവിടെ ആ പാർട്ട്ണർഷിപ്പ് കമ്പനി പഠിച്ചു നിർത്തിയോ, നിങ്ങൾ ആ ഒരു ഫൗണ്ടേഷൻ ലെവൽ ഒരു ബേസിക് കാര്യം പഠിച്ചല്ലോ. നമുക്ക് എങ്ങനെയാണ് ജേർണൽ എൻട്രി എഴുതുന്നത്, നമ്മൾ എങ്ങനെയാണ് ലെഡ്ജർ വരയ്ക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് ഒരു ഫൈനൽ അക്കൗണ്ട് വരയ്ക്കുന്നത്, നമ്മൾ ആ ബേസിക് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ആ ബേസിക്കിൽ നിന്ന് മാറി നേരെ അഡ്വാൻസ്ഡ് വെർഷൻ ഓഫ് അക്കൗണ്ടിങ് ആയിരിക്കും നമ്മൾ ഇന്റർമീഡിയറ്റിൽ പഠിക്കുക. പേപ്പർ 2 എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോ ആണ് അതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോ നമ്മളിപ്പോ ആ പേര് സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ കോർപ്പറേറ്റ് ലോസ് എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനീസ് ആക്ട് 2013. അപ്പൊ നിങ്ങൾ ആ ഫൗണ്ടേഷൻ പഠിച്ചതിന്റെ കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ഇൻക്ലൂഡിംഗ് ദാറ്റ് ആ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് നമുക്ക് പേപ്പർ 2 പഠിക്കണം. നൗ പേപ്പർ 3 എന്ന് പറയുന്നത് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ് പേപ്പർ 3. ആസ് യു നോ, ടാക്സേഷൻ നമുക്ക് ഇപ്പൊ ജനറൽ ടേംസിൽ പറയുകയാണെങ്കിൽ 2 രീതിയിലുള്ള ടാക്സേഷൻ ഉണ്ട്. ഡയറക്ട് ടാക്സും ഉണ്ട്, ഇൻഡയറക്ട് ടാക്സും ഉണ്ട്. ആ ഇൻഡയറക്ട് ടാക്സ് ഇസ് പോപ്പുലർലി നോൺ ആസ് GST. അപ്പൊ GSTയും പഠിക്കാനുണ്ട്, ഡയറക്ട് ടാക്സ് ഇൻകം ടാക്സ് എന്ന് പറയുന്ന പോലത്തെ ടാക്സ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുണ്ട് ടാക്സേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പ് 1 ഈ 3 സബ്ജക്റ്റ് ആണ് വരുന്നത്: അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്, കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ്, ടാക്സേഷൻ. ഇതിന്റെ 3ന്റെയും എക്സാമിനേഷൻ 100 മാർക്സിനായിരിക്കും, ആസ് യു ഓൾ നോ. ഓക്കെ, ഇനി ഈ അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്താന്ന് വെച്ചാൽ നേരത്തെ പഴയ സിലബസിൽ ഗ്രൂപ്പ് 1 ഒരു അക്കൗണ്ടിങ്, ഗ്രൂപ്പ് 2 അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് ആയിരുന്നു. അപ്പോ ഇപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ന്യൂ സ്കീം വന്നപ്പോൾ അങ്ങനെ 2 അക്കൗണ്ടിങ് വേണ്ട, അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പർ 1 ഒറ്റ ഒരു അക്കൗണ്ടിങ് മാത്രമാക്കി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് നമുക്ക് അതും നമ്മുടെ മറ്റേ ഫൗണ്ടേഷൻ ലെവലിന്റെ ഒരു ഹയർ വെർഷൻ ആണ്. ഇവിടെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് ടാക്സേഷൻ. നമുക്ക് ഈ പറയുന്ന 3 സബ്ജക്ട്സ്, ഞാൻ ഗ്രൂപ്പ് 2 പിന്നെ വരാം. ഈ പറയുന്ന 3 സബ്ജക്ട്സ് നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞ് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിലോട്ട് പോകുമ്പോഴും നിങ്ങൾക്ക് ഈ 3 സബ്ജക്ട് അവിടെയും യൂസ് ചെയ്യും നിങ്ങൾ. ഇനി CA ഫൈനൽ പാസ്സായി കഴിഞ്ഞ് നിങ്ങൾ ആർട്ടിക്കിൾഷിപ്പിന് ഇപ്പൊ നിങ്ങൾ CA ഫൈനൽ പാസ്സായിട്ട് പ്രാക്ടീസിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ജോബിന് പോകുമ്പോഴോ നിങ്ങൾക്ക് ഇന്ത്യയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന 3 കാര്യങ്ങൾ അവിടെയും യൂസ് ചെയ്യേണ്ടി വരും. സോ ഈ CA ഇന്റർമീഡിയറ്റില് ഗ്രൂപ്പ് 1 പഠിക്കാൻ പോകുന്ന ഈ 3 സബ്ജക്ട്സ് ഇന്റർമീഡിയറ്റ് പാസ്സാകാൻ വേണ്ടി മാത്രം പഠിക്കാതെ നമുക്ക് നാളെ പ്രാക്ടിക്കലി ഇതൊക്കെ ആവശ്യം ഉണ്ട്. നമുക്കിത് പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പോവുക. ഇനി നമ്മുടെ ജീവിതം മൊത്തം ഇതാണ്, അക്കൗണ്ടിങ്ങും ലോയും ടാക്സേഷൻ. ബിക്കോസ് വൺസ് യു ഓപ്റ്റഡ് ഫോർ യുവർ ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ്, ഇനി നമ്മൾ അങ്ങോട്ട് കാണാൻ പോകുന്ന എല്ലാം ഇതാണ്. അഡ്വാൻസ്ഡ് അക്കൗണ്ടിങ്ങും ലോയും ടാക്സേഷൻ ഇതിനൊക്കെ നമ്മൾ മാസ്റ്റർ ആയേ പറ്റുള്ളൂ. അപ്പോ നിങ്ങളുടെ CA ഇന്റർമീഡിയറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കേൾക്കുന്ന ആദ്യത്തെ ക്ലാസ് ആയിരിക്കും ഇത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിന് ജസ്റ്റ് ഒരു സബ്ജക്ട് എന്ന് വെച്ചാൽ ഇന്റർമീഡിയറ്റ് പാസ് ആകണമെങ്കിൽ ഞാൻ ഈ പറയുന്ന സബ്ജക്ട് പഠിച്ചേ പറ്റത്തുള്ളൂ. ആ ഒരു രീതിയിൽ ഇതിനൊക്കെ അപ്രോച്ച് ചെയ്താൽ ഇതിനകത്ത് പലതും നമുക്ക് ടഫായിട്ട് തോന്നും. പക്ഷെ ഞാൻ ഈ CA കോഴ്സിലോട്ട് വന്നു, ഞാനിപ്പോ ഇന്റർമീഡിയറ്റ് ആണ്, ഹാഫ് പ്രൊഫഷണൽ ആവാൻ പോവാണ് ഇന്റർമീഡിയറ്റ് പാസ്സായി കഴിഞ്ഞാൽ. ഇനി അങ്ങോട്ട് എനിക്ക് ഈ അക്കൗണ്ടിങ്ങും ലോയും ടാക്സേഷനും കോസ്റ്റിങ്ങും ഇതെല്ലാം ഞാൻ ഓഡിറ്റിംഗ് ഇതെല്ലാം ഞാൻ നോക്കേണ്ടതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ഓക്കെ, അപ്പോ ആ ഒരു ഇൻട്രസ്റ്റോടെ ഇതെല്ലാം പഠിക്കണം. അപ്പൊ ഗ്രൂപ്പ് 1 3 സബ്ജക്ട് ഇതാണ്. ഗ്രൂപ്പ് 2 വരുന്ന പേപ്പർ 4 എന്ന് പറയുന്നത് ഞാൻ പഠിപ്പിക്കുന്ന കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഓർ പോപ്പുലർലി ഇറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിന്റെ ഇമ്പോർട്ടൻസും കാര്യമൊക്കെ ഈ സെക്ഷനിൽ തന്നെ ഞാൻ പിന്നെ പറഞ്ഞുതരാം. പേപ്പർ 4ന്റെ അടുത്തത് പേപ്പർ 5. പേപ്പർ 5 is the subject for which CA is popularly known as, which is auditing.
ഓഡിറ്റിംഗ്. ഈ ഓഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമ്മൾ പാലിക്കേണ്ട എത്തിക്സ് ഇതിനകത്ത് വരും. അപ്പോ ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്, ഇതാണ് പേപ്പർ 5 നമുക്ക് പഠിക്കാനുള്ളത്. ആൻഡ് പേപ്പർ 6 നമ്മൾ ഇങ്ങനെ അക്കൗണ്ടിങ് ചെയ്ത്, ലോ ഒക്കെ പാലിച്ച്, ടാക്സേഷൻ ചെയ്ത്, കോസ്റ്റിംഗ് ഒക്കെ ചെയ്ത്, കോസ്റ്റ് മാനേജ് ചെയ്ത്, ഓഡിറ്റിംഗ് ഒക്കെ ചെയ്താൽ മാത്രം പോരാ. വി ഷുഡ് നോ ഹൗ ടു ഡു ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പൊ നമ്മുടെ പേപ്പർ 6 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. അപ്പോ നമുക്ക് ഈ കോഴ്സിൽ മാനേജ്മെന്റും പഠിപ്പിക്കുന്നുണ്ട്, സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. പെട്ടെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മുടെ കയ്യിരിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും, ഇപ്പൊ നമ്മൾ എവിടെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, അതിന്റെ റിട്ടേൺസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് എങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് പൂൾസ് നമുക്ക് ഉണ്ടാക്കാം, ഇതൊക്കെയാണ് നമ്മൾ ഈ പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. പേപ്പർ 6 നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്ട്രാറ്റജിക്, ആ ഒരു പേപ്പറിന്റെ നെയിം തന്നെ നിങ്ങൾ നോക്കിയ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ്. ഓക്കെ, സോ ഈ പറയുന്ന 3 പേപ്പറും നമുക്ക് ഇന്റർമീഡിയറ്റും അത് കഴിഞ്ഞ് ഫൈനലിലും നമുക്ക് ആവശ്യമാണ്. നിങ്ങൾ ഈ മ്യൂച്വൽ ഫണ്ട്, ഷെയർസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഗ്രൂപ്പ് 2 പഠിക്കാൻ പോകുന്ന കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, നിങ്ങളിപ്പോ ഏതൊരു ബിസിനസ്സിലും പോയിക്കോ, ഇപ്പം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയോ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയോ, അവിടെ എല്ലാം നമ്മൾ പ്രാക്ടിക്കലി യൂസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ഇനി നൗ ഇഫ് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്ന ഒരു മേജർ ഏരിയ ആയിരിക്കും ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്. ഇനി പ്രാക്ടീസ് ചെയ്യാതെ നിങ്ങൾ എവിടെയെങ്കിലും എംപ്ലോയ്മെന്റിൽ ഇന്റേണൽ ഓഡിറ്റർ ആയിട്ട് കയറുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ ആവശ്യമായിട്ട് വരും, ഓഡിറ്റിംഗ് ആൻഡ് എത്തിക്സ്. ഓക്കെ, അപ്പോ എന്ന് വെച്ചാൽ ഇൻ ഷോർട്ട് പറഞ്ഞാൽ ഈ പറയുന്ന 6 സബ്ജക്റ്റും നമ്മൾ ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് ആർട്ടിക്കിൾഷിപ്പ് തൊട്ട് യൂസ് ചെയ്യാൻ പോവുക. ഇപ്പൊ നമ്മുടെ ആ ബേസ് എന്ന് പറയുന്ന കാര്യം കഴിഞ്ഞു, CA ഫൗണ്ടേഷൻ കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇന്റർമീഡിയറ്റിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ ശരിക്കും ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും ഇൻ ഡീറ്റെയിൽ, ഇൻ കോൺസെപ്ച്വൽ വൈസ് നിങ്ങൾ ഈ പറയുന്ന ഇന്റർമീഡിയറ്റിൽ പഠിക്കും. അതുകൊണ്ടാണ് എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കുവാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, സിഎയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റേജ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും CA ഇന്റർമീഡിയറ്റ് ആണ്. കാരണം ആ CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടി ഈ പറയുന്ന സബ്ജക്ട്സിനൊക്കെ നോളജ് ഉണ്ടായിട്ട് ഇതിന്റെ ഒക്കെ കോൺസെപ്റ്റ് ക്ലിയർ ആയാലേ CA ഇന്റർമീഡിയറ്റ് പാസ് ആവുള്ളൂ. ആ കോൺസെപ്റ്റ് ഒക്കെ ക്ലിയർ ആയി വരുന്ന ഒരു കുട്ടിക്ക് ഒരു ഹാഫ് പ്രൊഫഷണലാണ്, അവന് ഏറെക്കുറെ കാര്യങ്ങൾ അറിയാം. ഓക്കെ, അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 6 സബ്ജക്റ്റും പഠിച്ചാലേ എനിക്ക് ഗ്രൂപ്പ് 1ഉം ഗ്രൂപ്പ് 2ഉം പാസ്സാകൂ. ആ ഒരു ലക്ഷ്യത്തോടെ പഠിക്കാതെ ഈ 6 സബ്ജക്ട് പഠിച്ചാലേ എനിക്ക് നാളെ ഇതിൽ നിന്ന് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ രീതിയിൽ വേണം ഈ പറയുന്ന സബ്ജക്റ്റിലോട്ട് അപ്രോച്ച് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഒരു സ്നേഹം ഈ ഒരു 6 സബ്ജക്റ്റിലോട്ട് വരണം, ഒരു ഇൻട്രസ്റ്റ് വരണം. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഗ്രൂപ്പ് ഇന്റർമീഡിയറ്റിൽ പഠിക്കാനുള്ള 6 സബ്ജക്ട്. ഓക്കെ, ഇതിനകത്ത് കുറെ പുതിയ കാര്യങ്ങൾ ഈ പുതിയ സ്കീമിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ പറയാം. നിങ്ങളുടെ എക്സാം എഴുതാൻ പോകുന്ന, ജനറലി ഇതിനകത്ത് ഓപ്റ്റ് ചെയ്യാൻ പോകുന്ന എക്സാം എഴുതാൻ പോകുന്ന മിക്കവാറും നവംബർ 2024 ഈ നവംബർ 2024 എഴുതാൻ പോകുന്ന എക്സാമിനേഷനിൽ CA ഇന്റർമീഡിയറ്റില് അല്ലെങ്കിൽ CA ഇന്ററിൽ എൻറോൾ ചെയ്യേണ്ട ഡേറ്റ് ജനറലി ഫെബ്രുവരി ലാസ്റ്റ് ആയിരിക്കും. ഒന്നെങ്കിൽ ഫെബ്രുവരി 28 അല്ലെങ്കിൽ 29, വിച്ച് എവർ ദി ഡേറ്റ്. ആ ഡേറ്റ് ആയിരിക്കും എൻറോൾ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്, വിച്ച് മേ ബി എക്സ്റ്റെൻഡഡ്. കാരണം നിങ്ങളുടെ എക്സാമിനേഷൻ ലേറ്റ് ആയിരുന്നു, അതിന്റെ റിസൾട്ട് ലേറ്റ് ആവുന്നുണ്ട്, വിച്ച് മേ ബി എക്സ്റ്റെൻഡ്. ബട്ട് ജനറലി അത് ഫെബ്രുവരി 28, 29 ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ SSP പോർട്ടലിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റ് രജിസ്റ്റർ ചെയ്യേണ്ട ഡേറ്റ് ആ ഫെബ്രുവരി 28, 29 ആയിരിക്കും ജനറലി. അത് എക്സ്റ്റെൻഡ് ചെയ്താൽ അത് നോട്ടിഫിക്കേഷൻ നമുക്ക് വരും, അല്ലെങ്കിൽ IIT നിന്ന് നിങ്ങൾക്ക് അതിന്റെ ഗൈഡൻസ് കിട്ടും. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫീസ് സ്ട്രക്ചർ, അതൊക്കെ നമ്മൾ IIT വിളിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ജനറൽ ചെറിയൊരു ഫീസ് സ്ട്രക്ചർ ഞാൻ പറയാം. നമുക്ക് ബോത്ത് ഗ്രൂപ്പും ഫൈനലിന്റെ CA ആർട്ടിക്കിൾഷിപ്പിന്റെ രജിസ്ട്രേഷനും എല്ലാം കൂടെ ചേർത്ത് എനിക്ക് തോന്നുന്നു അറൌണ്ട് 20,700 റുപ്പീസ് എങ്ങാണ്ടാണ് ബോത്ത് ഗ്രൂപ്പ്സിന്റെ രജിസ്ട്രേഷൻ, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രജിസ്ട്രേഷൻ ഫീസ്. ഓക്കെ, അത് ഡീറ്റെയിൽ ആയിട്ട് ഇത് ഇങ്ങനെയല്ല, ഇതിന്റെ ബ്രേക്കപ്പ് ഉണ്ട്, എങ്ങനെയൊക്കെയാണ് ഈ 20,700 വന്നത്.
അത് IIT നിങ്ങൾ പോകുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് അവിടെ പറഞ്ഞുതരും. ഓക്കെ, ഞാൻ മെയിൻ ആയിട്ട് കൺസേൺ ആയിട്ട് ഇരിക്കുന്നത് ഇതിന്റെ ഈ പുതിയ സ്കീമിൽ വന്ന വലിയൊരു വ്യത്യാസമാണ്. ആ വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, ഇതിനു മുമ്പ് നമ്മുടെ വേൾഡിലുള്ള അതർ കൺട്രീസ് എടുത്ത് നോക്കിയാൽ അവിടെ പ്രൊഫഷണൽ എക്സാമിനേഷൻ നടക്കുന്നതെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനാണ്. കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനകത്ത് ഒരാൾ ഒരു സബ്ജക്ട് പഠിച്ചിട്ടുണ്ടെന്ന്, അതിന്റെ ഇൻഡെപ്ത് നോളജ് അയാൾക്ക് ഉണ്ടെന്ന് ആ സബ്ജക്റ്റിൽ അറിയാൻ പറ്റും MCQs കൊടുത്താൽ. ഓക്കെ, ആ MCQ നമ്മുടെ CA കരിക്കുലത്തിലും ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ കുറെ ഒന്നോ രണ്ടോ സബ്ജക്ട്സിന് മാത്രം, എനിക്കൊന്ന് തിയറി സബ്ജക്ട്സിന് മാത്രമേ ഉള്ളായിരുന്നു നേരത്തെ MCQ. ബട്ട് ഇപ്പോ എല്ലാ സബ്ജക്ട്സിലും MCQs 30 മാർക്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അറൌണ്ട് 30 മാർക്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ഹാപ്പി ന്യൂസ് കൂടെ ഉണ്ട് നിങ്ങൾക്ക്. എന്താ ഹാപ്പി ന്യൂസ് എന്ന് വെച്ചാൽ, ഈ 30 മാർക്സിൽ as of now there is no negative mark. നെഗറ്റീവ് മാർക്സ് ഒന്നും ഇല്ല ആസ് ഓഫ് നൗ. അത് പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. പക്ഷെ ആസ് ഓഫ് നൗ ഈ 30 മാർക്സിന് നമുക്ക് എന്തില്ല, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. അപ്പൊ എക്സാമിനേഷൻ ഇപ്പൊ ഒരു പ്രോബ്ലം പേപ്പർ ആണെങ്കിൽ 30 മാർക്സിന് അതിനും ഉണ്ടാവും MCQ, ബാക്കി 70 മാർക്സിനായിരിക്കും നമ്മൾ അവിടെ എഴുതി പിടിപ്പിക്കേണ്ടി വരിക. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു വലിയൊരു ചേഞ്ച് പുതിയ സ്കീമിലോട്ട് വരുന്ന സമയത്ത്, അപ്പാർട്ട് ഫ്രം ദി നമ്പർ ഓഫ് സബ്ജക്ട്സ് വി ഹാവ്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങളുടെ ഈ സബ്ജക്ട് ഇവിടെ പറഞ്ഞല്ലോ, പഠിക്കുന്നത്. ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞു തന്നത് ഇതിന്റെ പാസിംഗ് മാർക്ക് കൂടാണ്. ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ കൂട്ട് ഒരു സബ്ജക്ട് 100 മാർക്കിന്റെ, അപ്പൊ ടോട്ടൽ 300 മാർക്സ് ആണ്. ഓക്കെ, അപ്പോ ഇതിന് 300 മാർക്സ്, ഗ്രൂപ്പ് 2ന് 300 മാർക്സ്. ഓക്കെ, അപ്പൊ ടോട്ടൽ എക്സാമിനേഷൻ 600 മാർക്സിന്റെ ആണ്. അപ്പൊ ബോത്ത് ഗ്രൂപ്പ്, ഇപ്പൊ നിങ്ങളുടെ സബ്ജക്ട് മിനിമം നേരത്തെ നിങ്ങൾക്ക് അറിയുന്നത് പോലെ തന്നെയാണ്, 100 മാർക്കിൽ നിന്ന് 40 മാർക്ക് മേടിച്ചാലേ നിങ്ങൾ ആ ഒരു സബ്ജക്ട് പാസ് ആവുള്ളൂ. ഓക്കെ, പക്ഷേ ഈ രണ്ട് ഗ്രൂപ്പും കൂടെ പാസ് ആവണമെങ്കിൽ ഔട്ട് ഓഫ് 600, കാരണം 6 സബ്ജക്ട് ആണ്, ഒരു സബ്ജക്ട് 100 മാർക്കിനാണെങ്കിൽ 6 സബ്ജക്ട് 600 മാർക്ക്. 600 മാർക്സിന് യു ഹാവ് ടു സ്കോർ അറ്റ്ലീസ്റ്റ് 300, ഈ രണ്ട് ഗ്രൂപ്പും കൂടെ പാസ് ആവണമെങ്കിൽ. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ പറയുന്ന മിനിമം ഇതിന്റെ പകുതിയാണ് 600, 300 എങ്കിലും നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ രണ്ട് ഗ്രൂപ്പും കൂടെ പാസ് ആവുള്ളൂ. ഓക്കെ, ഇവിടെ വരുമ്പോൾ കണ്ട, ഇതും 300 ആണ്, ഫസ്റ്റ് ഗ്രൂപ്പ് 300 ആണ്, രണ്ടും കൂടെ ചേർത്ത് 600. അതിൽ നിന്ന് 300 മിനിമം കിട്ടിയാലേ നമുക്ക് അഗ്രിഗേറ്റ് വെച്ച് പാസ് ആവുള്ളൂ. ഇതിനെ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ സബ്ജക്ട് 40 മാർക്സ് കിട്ടുകയും 6 സബ്ജക്റ്റിന്റെ മാർക്ക് കൂട്ടുമ്പോൾ അഗ്രിഗേറ്റ് 300 കിട്ടിയാലേ നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് പാസ് ആവുള്ളൂ. ഓക്കെ, ഇനി സിംഗിൾ ഗ്രൂപ്പ് പാസ് ആവണമെങ്കിൽ സെയിം ക്രൈറ്റീരിയ തന്നെ. ഔട്ട് ഓഫ് 300 യു ഹാവ് ടു ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50% ടു പാസ് ദാറ്റ് ഗ്രൂപ്പ് 1. പക്ഷേ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ബിക്കോസ് രണ്ട് ഗ്രൂപ്പും കൂടെ പാസ് ആയാലേ ആർട്ടിക്കിൾഷിപ്പിന് കയറാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് അഡ്വൈസബിൾ രണ്ട് ഗ്രൂപ്പും എന്ന് വെച്ചാൽ നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് ഉണ്ടെങ്കിൽ പോലും കൺസിഡർ നിങ്ങൾക്ക് 6 സബ്ജക്ട്സ് പഠിക്കാനുണ്ട്. ഈ 6 സബ്ജക്റ്റിൽ 600 മാർക്കിൽ നിന്ന് യു ഹാവ് ടു ഗെറ്റ് 300 മാർക്സ്. അതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ CA എന്ന് പറയുന്ന സബ്ജക്ട് CA എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് അങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചാൽ, മാർക്സ് മാത്രം ഇങ്ങോട്ട് വെച്ചാൽ, ഔട്ട് ഓഫ് 600 യു ഹാവ് ടു സ്കോർ 300. ആ ഒരു ടാസ്ക് മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. ഓക്കെ, നൗ അത് പറയുമ്പോ ഇപ്പൊ നേരത്തെ പാർവതിയും അതേപോലെ സുനിൽ സാറും പറഞ്ഞതിന്റെ കൂട്ട് there is a term called exemption. ഓക്കെ, ഇത് നമുക്ക് ഈ പറയുന്ന നിങ്ങൾക്ക് ഫൗണ്ടേഷൻ നിങ്ങൾക്ക് അങ്ങനെ എക്സംഷൻ എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇവിടെ എക്സംഷൻ ഉണ്ട്. Now what is exemption? വളരെ സിമ്പിൾ ടേമിൽ പറഞ്ഞാൽ 100 മാർക്സിന്റെ ഒരു പേപ്പറിൽ ഇഫ് യു സ്കോർ മോർ ദാൻ 60 മാർക്സ്, ആ പേപ്പറിൽ നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. എന്ന് വെച്ചാൽ നിങ്ങള് ബാക്കിയുള്ള സബ്ജക്ട് തോറ്റാലും എക്സംഷൻ കിട്ടിയ പേപ്പർ പിന്നെ നിങ്ങൾക്ക് എഴുതണ്ട. പ്രാക്ടിക്കൽ എക്സാമ്പിൾ നമുക്ക് എടുക്കാം. സപ്പോസ് ഗ്രൂപ്പ് 2 പേപ്പർ 4 പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് നല്ല കഴിവുള്ള ഫാക്കൽറ്റി ആയതുകൊണ്ട് സപ്പോസ് നിങ്ങൾക്ക് പേപ്പർ 4 നല്ല 75 മാർക്സ് നിങ്ങൾ സ്കോർ ചെയ്തു. പേപ്പർ 4 കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, നൗ 75 മാർക്സ് നിങ്ങൾക്ക് പേപ്പർ 4 നിങ്ങൾ സ്കോർ ചെയ്തു. പേപ്പർ 5 ഫോർ എക്സാമ്പിൾ യു സ്കോർഡ് 40 മാർക്സ്. പേപ്പർ 6 യു സ്കോർ സപ്പോസ് 30 മാർക്സ്.
ഓക്കെ, അപ്പൊ ഓബ്വിയസ്ലി നിങ്ങൾക്ക് ഒരു പേപ്പർ പോയി. പേപ്പർ 6-ൽ മിനിമം 40 മാർക്സ് വേണമായിരുന്നു, ബട്ട് യു സ്കോർഡ് ഓൺലി 30 മാർക്സ്. അപ്പൊ നിങ്ങളുടെ ഈ ഗ്രൂപ്പ് 2 എന്ന് പറയുന്ന ഈ സബ്ജക്ട് നിങ്ങൾക്ക് കിട്ടില്ല. യു ആർ ഫെയിൽഡ്. ഫെയിലായി. കാരണം 3 സബ്ജക്ട്, നമുക്ക് രണ്ട് ക്രൈറ്റീരിയ ആണ് പാസ് ആവാനുള്ളത്. ഒന്ന്, ഓരോ സബ്ജക്റ്റിനും മിനിമം 40 വേണം, അഗ്രിഗേറ്റ് പകുതി വരെയും വേണം. എന്ന് വെച്ചാൽ എല്ലാ പേപ്പർ, ഈ 3 പേപ്പറിന് 40 കിട്ടിയേ വേണമായിരുന്നു. ടോട്ടൽ 300 മാർക്കിന്റെ പേപ്പറിൽ അതിന്റെ പകുതി 150 എങ്കിലും കിട്ടണമായിരുന്നു. ഈ 2 ക്രൈറ്റീരിയ ഉണ്ട്. അതിനകത്ത് 2 ക്രൈറ്റീരിയ നമ്മൾ കിട്ടിയില്ല. അതിനകത്ത് 30 മാർക്സ് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പൊ ഈ ഗ്രൂപ്പ് നമ്മൾ ഒന്നുകൂടി എഴുതിയേ പറ്റുള്ളൂ. ബട്ട് പേപ്പർ 4 കോസ്റ്റിംഗില് നിങ്ങൾക്ക് അബവ് 60 കിട്ടിയത് കൊണ്ട് അതിനകത്ത് എക്സംഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം ഈ ഗ്രൂപ്പ് എഴുതുമ്പോ കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ പിന്നെ പേപ്പർ 5 പേപ്പർ 6 എഴുതിയാൽ മതി. അപ്പോ എനി പേപ്പർ ഇഫ് യു സ്കോർ മോർ ദാൻ 60 മാർക്സ്, ആ പേപ്പർ നിങ്ങളുടെ എക്സംഷൻ ആയി. ഓക്കെ, അപ്പോ അടുത്ത ചോദ്യം, സർ ഞാൻ 2 ഗ്രൂപ്പും പാസ്സായി, എന്നിട്ട് എനിക്ക് 60 അബവ് മാർക്ക് കിട്ടിയാൽ എന്താ? വെരി ഗുഡ്, അബവ് 60 മാർക്ക് കിട്ടിയില്ലേ, അതിനകത്ത് അതിന്റെ ഫ്രണ്ടിൽ എക്സാംഷൻ എഴുതും. നാളെ 10 ആൾക്കാരോട് പറയാം ഞാൻ എക്സാംഷൻ മേടിച്ചാണ് പാസ്സായത് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ എന്റെ ഇന്റർമീഡിയറ്റ്, ഞാൻ ഇന്റർമീഡിയറ്റ് എഴുതിയപ്പോൾ ടോട്ടൽ 7 പേപ്പേഴ്സ് ആയിരുന്നേ. ഈ 7 പേപ്പേഴ്സിൽ എനിക്ക് 6 പേപ്പറിലും എക്സാംഷൻ ആയിരുന്നു. ഫൈനലിൽ 8 പേപ്പറാണ് എഴുതിയത്. 8 പേപ്പേഴ്സ് ഉണ്ടായിരുന്നു ഫൈനലിൽ 8 പേപ്പറിലും അവിടെ 6 പേപ്പറിന് എക്സാംഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ ഇപ്പൊ ഇത് കേൾക്കുമ്പോ എക്സാം, സാർ ഇത്രയും പേപ്പറിന് എക്സാംഷൻ അടിച്ചോ, 60 മാർക്സ് അബവ് മേടിച്ചോ, അത് വലിയ കാര്യം. നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിപ്പിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ക്ലാസ് ഫോളോ ചെയ്യുകയും അവർ എക്സാമിനേഷൻ എഴുതുമ്പോൾ അതിന്റെ ഒക്കെ കറക്റ്റ് എക്സാമിനേഷൻ എഴുതി നമുക്ക് ഈസിലി അച്ചീവബിൾ ആണ്. അതിന്റെ ഏറ്റവും വലിയ റിസൾട്ട് ആണ്, ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ ആണ് കഴിഞ്ഞ റിസൾട്ട്, കഴിഞ്ഞ സി ഇന്റർമീഡിയറ്റ് IIT റിസൾട്ട്. കഴിഞ്ഞ ബാച്ചിൽ പഠിച്ച കുട്ടികളെല്ലാം ഇപ്പൊ റിസൾട്ട് വന്ന ബാച്ച് വന്നപ്പോൾ കുട്ടികൾ, നമുക്ക് നേരത്തെ അറിയാം, അവർ എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന മുമ്പേ അറിയാം ഇന്ന ആൾക്കാർ പാസ്സാകും, നമുക്കറിയാം. കാരണം അവര് നമ്മൾ ടീച്ചേഴ്സ് പറയുന്നതും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന കാര്യം എല്ലാം അതേപോലെ കേട്ട കുട്ടികളാണ്. ഒരു കാര്യം പോലും അവർ എതിര് പറയാതെ എക്സാമിനേഷൻ എഴുതുവാണെങ്കിൽ വന്ന് എക്സാമിനേഷൻ എഴുതും, നമ്മൾ അസൈൻമെന്റ് കൊടുക്കുവാണെങ്കിൽ അവർ അസൈൻമെന്റ് എഴുതും. ഓക്കെ, അപ്പോൾ ഇത് ഈസിലി അച്ചീവബിൾ ആണെന്ന് അവരുടെ ഒരു എക്സാമ്പിൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങളുടെ എക്സാംഷന്റെ കേസ്. ഞാൻ പറഞ്ഞ ഇഫ് യു സ്കോർ മോർ ദാൻ 60 മാർക്സ് ഇൻ എനി സബ്ജക്ട് യു വിൽ ഗെറ്റ് എക്സാംഷൻ. ഓക്കെ, നൗ അതിന്റെ കൂടെ തന്നെ അടുത്ത കാര്യം, ദി ഇമ്പോർട്ടൻസ് ഓഫ് റൈറ്റിംഗ് ബോത്ത് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ സെറ്റ് ഓഫ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. സെറ്റ് ഓഫ് എന്ന് പറയുന്നത്, സപ്പോസ് ഗ്രൂപ്പ് 1-ന്റെ എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയപ്പോ പേപ്പർ 1-ൽ 40 മാർക്സ്, പേപ്പർ 2-ൽ 40 മാർക്സ്, പേപ്പർ 3-ൽ 40 മാർക്സ്, ടോട്ടലി 160 മാർക്സ് പഴയ ഓർമ്മയിൽ ടോട്ടലി 120 മാർക്സ് യു സ്കോർഡ്. ഓക്കെ, നിങ്ങൾ 120 മാർക്സ് സ്കോർ ചെയ്തു. ഗ്രൂപ്പ് 2-ലോട്ട് വന്നപ്പോ പിന്നെ നിങ്ങളുടെ പേപ്പർ 4 അവിടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ഫാക്കൽറ്റി കിട്ടിയതായതുകൊണ്ട് പേപ്പർ 4-ൽ സപ്പോസ് നിങ്ങൾ 80 മാർക്സ് സ്കോർ ചെയ്തെന്ന് വിചാരിക്കും. പേപ്പർ 5-ൽ നിങ്ങൾ 40, എന്റെ കാൽക്കുലേഷൻ ഓക്കെ, പേപ്പർ 5-ൽ നിങ്ങൾക്ക് 40 ആൻഡ് പേപ്പർ 6-ൽ സപ്പോസ് അഗൈൻ യു സ്കോർഡ് 50. അപ്പോ 80 പ്ലസ് 40 120, 120 പ്ലസ് 50 170. അപ്പൊ ടോട്ടലി 170 മാർക്ക് ഞാൻ അവിടെ സ്കോർ ചെയ്തു. ഓക്കെ, ടോട്ടലി 170 മാർക്ക് ഞാൻ സ്കോർ ചെയ്തു. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ആക്ച്വലി ഗ്രൂപ്പ് 1-ൽ നിങ്ങൾ ഫെയിൽ ആണ്. ബിക്കോസ് ഔട്ട് ഓഫ് 300 യു ഹാവ് ടു സ്കോർ മിനിമം 150, പകുതി സ്കോർ ചെയ്യണം. പക്ഷെ നിങ്ങളുടെ 3 പേപ്പറും കൂടെ ചേർത്താൽ 120 വരുന്നുള്ളൂ. അപ്പൊ അഗ്രിഗേറ്റ് ഗ്രൂപ്പ് 1-ൽ കിട്ടിയില്ല. പക്ഷെ ഗ്രൂപ്പ് 2-ല് ഔട്ട് ഓഫ് 300 നിങ്ങൾക്ക് ശരിക്കും എത്ര മതി? 150 മതി അല്ലേ? നമുക്കിനകത്ത് ഒരു മറുപടി കൂട്ടാം, 60 ആക്കാം, ഇത് 80 ആയി. ഓക്കെ, 180. നൗ ഗ്രൂപ്പ് 2-ല് നിങ്ങൾക്ക് 300 നിന്ന് ശരിക്കും പറഞ്ഞാൽ 150 മതി അല്ലേ? പക്ഷെ നിങ്ങൾ എത്ര സ്കോർ ചെയ്തു? 180 സ്കോർ ചെയ്തു. അപ്പോ എത്ര എക്സ്ട്രാ സ്കോർ ചെയ്തു? നിങ്ങൾ 30 മാർക്സ് എക്സ്ട്രാ സ്കോർ ചെയ്തു ഗ്രൂപ്പ് 2-ല്. അപ്പോ ആ എക്സ്ട്രാ സ്കോർ ചെയ്ത 30 മാർക്സ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റും.
അപ്പൊ ഈ 120യുടെ കൂടെ ഈ 30 ആഡ് ചെയ്താൽ 150 ആയി. അങ്ങനെ ഈ ബോത്ത് ഗ്രൂപ്പ് നിങ്ങൾ പാസ്സായി. ഇതാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോ പക്ഷെ അതിനകത്ത് വേറെ ക്രൈറ്റീരിയ എന്താ? ഓരോ പേപ്പറിനും മിനിമം 40 കിട്ടിയിരിക്കണം, പേപ്പർ പാസ്സാവണം. ഈ പേപ്പർ 3 ഇൻസ്റ്റെഡ് ഓഫ് 40 നിങ്ങൾക്ക് 38 37 ആയിരുന്നു എങ്കിൽ ഈ സെറ്റ് ഓഫ് വർക്ക് ചെയ്തില്ല. ഇൻഡിവിജ്വൽ പേപ്പറിന് മിനിമം 40 കിട്ടിയിരിക്കണം. എന്നിട്ട് നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ നമുക്ക് 150ക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര എക്സ്ട്രാ കിട്ടിയോ അത് അടുത്ത ഗ്രൂപ്പിലോട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ നമുക്ക് കിട്ടും. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ ബാക്കിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ IIT കുറെ പാസ്സായ ആൾക്കാരുടെ ഇത് ഇടുമല്ലോ, അതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ ആൾക്കാരുടെ ഇങ്ങനെയാണ് അവർ പാസ്സായി പോയിട്ടുള്ളത്. ഒരു ഗ്രൂപ്പിൽ നിന്ന് എക്സ്ട്രാ കിട്ടിയ മാർക്ക് മറ്റേ ഗ്രൂപ്പിൽ സെറ്റ് ഓഫ് ആവും. ഓക്കെ, ഇതാണ് സെറ്റ് ഓഫ് എന്ന് പറയുന്നത്. അപ്പോ എപ്പോഴും രണ്ട് ഗ്രൂപ്പ് ഒരുമിച്ച് എഴുതുന്നതാണ് എപ്പോഴും ബെനിഫിഷ്യൽ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന കുട്ടികളുടെ അടുത്ത്, നിങ്ങൾക്ക് രണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അവർ തരുന്നതാണെങ്കിലും യു ഹാവ് യുവർ 6 സബ്ജക്ട്. നിങ്ങൾക്ക് 6 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഫൗണ്ടേഷനിൽ 4 സബ്ജക്ട് നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടായിരുന്നത്, അതേപോലെ നിങ്ങൾക്ക് ഇന്റർമീഡിയറ്റിൽ 6 സബ്ജക്റ്റ് ആണെന്ന് വിചാരിച്ച് ഒരു ഗ്രൂപ്പ് വൈസ് വെയിറ്റേജ് ഒന്നും കൊടുക്കാതെ 6 സബ്ജക്ട് ഒരുമിച്ച് പഠിക്കുക. ഇനി പഴയ സ്കീമിലായിരുന്നെങ്കിൽ ഗ്രൂപ്പ് 1 ഒക്കെ പാസ്സായി കഴിയുമ്പോൾ നമുക്ക് ആർട്ടിക്കൽഷിപ്പിനെ കയറാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് പാസ്സായി ആർട്ടിക്കൽഷിപ്പിനെ കയറായിരുന്നു. ഇപ്പൊ അങ്ങനെയും പറ്റത്തില്ലല്ലോ. ഇപ്പോ പുതിയ സ്കീമിൽ 2 ഗ്രൂപ്പ് ഇന്റർമീഡിയറ്റ് ക്ലിയർ ആയി കഴിഞ്ഞാലേ ആർട്ടിക്കൽഷിപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോ ഇത് രണ്ടും ഒരുമിച്ച് പാസ്സാവുന്നത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന 6 സബ്ജക്ട് ഒരേ വെയിറ്റേജ് കൊടുത്ത് ഈ 9 മാസവും നിങ്ങളുടെ സി ഇന്റർമീഡിയറ്റ് ഇരുന്ന് പാസ്സാവുന്നത് തന്നെയാണ് ഏറ്റവും ബെനിഫിഷ്യൽ. ഓക്കെ, പക്ഷെ നിങ്ങൾ വേറൊരു കാര്യം ആലോചിച്ച് നോക്കിയേ, ഗ്രൂപ്പ് പ്രിഫറൻസ് കൊടുത്തിട്ട് ഒരു ഗ്രൂപ്പ് 6 മാസം കൊണ്ട് അല്ലെങ്കിൽ 6 മാസം കൊണ്ട് പഠിച്ച് എക്സാമിനേഷൻ എഴുതി റിസൾട്ടിന് 2 മാസം വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു 7 to 8 months നമ്മുടെ പോയിട്ട് അടുത്ത ഗ്രൂപ്പ് പിന്നെ അതേപോലെ 8 മാസം കളയുന്നത്. അപ്പൊ നമ്മുടെ ആ ഡ്യൂറേഷൻ അങ്ങോട്ട് കൂടി പോവുക. CA പാസ്സാ അല്ലെങ്കിൽ CA ആവുന്ന ആ ഡ്യൂറേഷൻ കൂടി പോവുക. അപ്പൊ ഏറ്റവും നല്ലത് എന്താ? ആ ഫസ്റ്റ് ചാൻസിൽ തന്നെ CA ഇന്റർമീഡിയറ്റ് ബോത്ത് ഗ്രൂപ്പ് പാസ്സാവുക. ഇത് ഈസിലി അച്ചീവബിൾ ആണ്. ബോത്ത് ഗ്രൂപ്പ് പാസ്സാവുന്നത് ഈസിലി അച്ചീവബിൾ ആണ്. നിങ്ങളുടെ ഈ പറയുന്നതിനകത്ത് ഈ കോഴ്സിൽ വേണ്ട ആ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ മാത്രം മതി. ആ 8 മാസം അല്ലെങ്കിൽ 9 മാസം നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ 8 months or 9 months or whatever, നിങ്ങളുടെ ക്ലാസ് ഏകദേശം 6 months കാണുമായിരിക്കും അല്ലെ? ആ 6 months വാട്ട് എവർ ടൈം യു ആർ ഇൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആ 6 months ഫാക്കൽറ്റീസ് പറയുന്നതും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതും കൃത്യമായിട്ട് കേൾക്കുക. ഇപ്പൊ ഞാൻ പണ്ട് ഇവിടെ IIT പഠിച്ച സമയത്ത് ഇവൻ ദോ എക്സാമിനേഷൻസ് വർ കണ്ടക്ടഡ്, എക്സാമിനേഷൻസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോ IIT-യിലുള്ള ഒരു പുതിയ ഫെസിലിറ്റി, നിങ്ങൾക്ക് ഓരോ ക്ലാസ്സിനും ഓരോ ആൾക്കാർ, ഓരോ മെന്ററിനെ അവര് വെച്ചിട്ടുണ്ട്. അവർ എക്സാമിനേഷൻ സെറ്റ് ചെയ്യുന്നതും അവർ എക്സാമിനേഷൻ വാല്യൂ ചെയ്യുന്നതും കണ്ടിന്യൂസ് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റിന്റെയും, ഇപ്പം നമ്മൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ആ CA ഇന്റർമീഡിയറ്റ് റെപ്രസെന്റേറ്റീവ് വന്ന് ചോദിക്കും, സാർ ഇന്ന് എന്താ പഠിപ്പിച്ചേ, അവർക്ക് എക്സാമിനേഷൻ ഇടാനായോ? അപ്പൊ അങ്ങനെ ഒരു ഡെഡിക്കേറ്റഡ് ടീം ഉണ്ട് ഇപ്പോ. അത് വലിയൊരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു പ്ലസ് മാർക്കാണ് നിങ്ങൾക്ക്. കാരണം അന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു എക്സാമിനേഷൻ, നമ്മൾ പഠിക്കുന്നു, എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒരു ഡെഡിക്കേറ്റഡ് ഒരു പേഴ്സൺ നമ്മുടെ പുറകെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോ ഒരു ഡെഡിക്കേറ്റഡ് പേഴ്സൺ നിങ്ങളുടെ പുറകിലുണ്ട്. അപ്പോ നിങ്ങൾക്ക് ടോട്ടലി നിങ്ങളുടെ ഇന്റർമീഡിയറ്റ് അവർക്ക് അങ്ങ് കൊടുക്കാം. ഓക്കെ, നിങ്ങൾ പറയുന്ന പോലെ ചെയ്താൽ പാസ്സാവുമല്ലോ. അപ്പൊ ഫാക്കൽറ്റീസും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്ന പോലെ തന്നെ നമ്മൾ ചെയ്യാം. ഓക്കെ, ഗ്യാരണ്ടീഡ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതാണ് നിങ്ങൾക്ക് CA ഇന്റർമീഡിയറ്റിൽ മേജറായിട്ട് മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആദ്യം നമ്മുടെ റൂട്ട് പറഞ്ഞു, 3 റൂട്ടുണ്ട്: CA ഫൗണ്ടേഷൻ, ഡയറക്ട് എൻട്രി, അതേപോലെ CS, CMA. അപ്പൊ അവിടെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം, ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഇവിടെ ഈ മൂന്നാമത്തെ ഈ CS-ഉം CMA-യും ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്കോപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കണം. നമുക്ക് ഇതിന്റെ കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ തന്നെയാണ് ഈ പറയുന്ന CS-ഉം CMA-യും. ഓക്കെ, നമുക്ക് ടോട്ടലി 6 സബ്ജക്റ്റ് ആണ് പഠിക്കാനുള്ളത്. 600 മാർക്കാണ് മൊത്തം. അതിൽ 300 മാർക്കെങ്കിലും കിട്ടിയാലേ നമുക്ക് ആ പറയുന്ന ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്ന കോഴ്സ് നമുക്ക് പാസ്സാവാൻ പറ്റുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് November 2024 CA ഇന്ററിൽ എൻറോൾ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആസ് ഓഫ് നൗ February 29 ആണ്. പക്ഷെ നിങ്ങൾ റിസൾട്ട് താമസിക്കുന്നതനുസരിച്ച് ആ എൻറോൾമെന്റ് ഡേറ്റും അവർ പോസ്റ്റ്പോൺ ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ഞാൻ പറഞ്ഞ പുതിയ സ്കീമിൽ എല്ലാ സബ്ജക്റ്റിലും 30 മാർക്സ്, അറൌണ്ട് 30 മാർക്സിന് MCQ ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല.
പക്ഷെ അതിന്റെ കൂടെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, MCQ 30 മാർക്സ് ആണ്, നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലെന്ന് പറയുമ്പോൾ ഒരു സമയത്ത് നമുക്ക് സന്തോഷിക്കുകയും അടുത്തൊരു സ്ഥലത്ത് നിങ്ങൾ ഇച്ചിരി കോഷ്യസ് ആവുകയും ചെയ്യണം. കാരണം MCQ എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഒരു സെന്റൻസിൽ നിന്ന് ദേ ക്യാൻ മേക്ക് ആൻ MCQ, ഒരു MCQ അവർക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പൊ അത്രയ്ക്കും കോൺസെപ്ച്വൽ നോളജ് ഉണ്ടായിരിക്കണം MCQ അറ്റൻഡ് ചെയ്യുമ്പോൾ. ഇപ്പൊ ഞാൻ ഓഫീസിൽ ഹയർ ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ കഴിഞ്ഞു വരുന്ന കുട്ടികളും, സോറി CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞു വരുന്ന എന്ന് വെച്ചാൽ ഒരേ ക്ലാസ്സിൽ ഒരേ ഫാക്കൽറ്റീസ് പഠിപ്പിച്ച ഒരേ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടികൾ, അതിനകത്ത് ഞാൻ രണ്ടുപേരെ എടുക്കുമ്പോൾ ഒരാൾ CA ഇന്റർമീഡിയറ്റ് പാസ്സായി വരുന്ന ഒരു സ്റ്റുഡന്റും ജസ്റ്റ് ക്ലാസ്സിൽ ഇരുന്നു എക്സാമിനേഷൻ എഴുതി പക്ഷെ എക്സാമിനേഷൻ ക്ലിയർ ചെയ്യാതെ വരുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ നമ്മൾ അവരെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട, അവർക്ക് കുറച്ച് പ്രാക്ടീസ് കിട്ടിയോട്ടെ എന്ന് വിചാരിച്ച് പിള്ളേർ വരുന്നുണ്ട്. ഈ രണ്ട് കുട്ടികളും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും ഇൻ ടേംസ് ഓഫ് ഗ്രാസ്പിംഗ് പവർ, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ എഫിഷ്യൻസി ഭയങ്കര വ്യത്യാസമായിരിക്കും. അതിന് വ്യത്യാസം വരാനുള്ള മെയിൻ കാരണം ഈ കോഴ്സ്, ഈ 6 സബ്ജക്ട് ഈ പറയുന്ന 8-9 മാസം ഇരുന്ന് ഡെഡിക്കേഷൻ കൊണ്ട് പഠിച്ച് 2 മാസം നിങ്ങളുടെ സ്റ്റഡി, അല്ലെങ്കിൽ 2 മാസം 1.5 മാസം നിങ്ങളുടെ സ്റ്റഡി ലീവിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത്, വിത്തൗട്ട് പ്ലാനിങ് യു കാൺട്ട് പാസ്, നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുന്നു. നിങ്ങൾ ഈ 6 എക്സാമിനേഷനും ഒരു ദിവസം ഇടവിട്ട് നിങ്ങൾ എക്സാമിനേഷൻ എഴുതുന്നു. ഈ 6 ദിവസത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നു, നിങ്ങൾ എഴുതുന്നു. ഇതെല്ലാം നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ പാസ് ആവുന്നു. ഇതെല്ലാം ദിസ് ഓൾ ഹാവ് ടു കം ഇൻ ലൈൻ. നിങ്ങൾ പറയുന്ന ലക്കോ നിങ്ങളുടെ ഹാർഡ് വർക്കോ എന്തൊക്കെയോ ആയിക്കോട്ടെ, നിങ്ങളുടെ ഹെൽത്ത്, ഇതെല്ലാം കൂടെ ഒരു ലൈനിൽ വരുമ്പോൾ നിങ്ങളുടെ പ്ലാൻ സക്സസ് ആകുമ്പോഴാണ് നമ്മൾ ഇന്റർമീഡിയറ്റ് പാസ് ആവുന്നത്. അപ്പോൾ ഈ ഇന്റർമീഡിയറ്റ് പാസ് ആകുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഒരു പ്രൊഫഷണലിസം നിങ്ങൾക്ക് വരും. ബിക്കോസ് യു ഗോൺ ത്രൂ ദാറ്റ് പ്രോസസ്. നിങ്ങൾ ഈ 6 മാസം ക്ലാസ്സിൽ ഇരുന്ന് ഒരു സബ്ജക്ട് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു, എന്നിട്ട് സ്റ്റഡി ലീവിൽ നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി. ഓക്കെ, എക്സാമിനേഷൻ ഇന്ന ഡേറ്റിലാണ്, ഇന്ന ഡേറ്റ് വരെ ഇങ്ങനെയൊക്കെ പഠിക്കണം, ഈ സബ്ജക്ട് ഇപ്പൊ ഇങ്ങനെ തീർക്കണം. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ വരച്ച് ആ സ്റ്റഡി പ്ലാൻ നിങ്ങൾ അച്ചീവ് ചെയ്ത് എക്സാമിനേഷൻ എഴുതി. കാരണം എക്സാമിനേഷൻ എഴുതുക എന്ന് പറയുന്നത്, നിങ്ങളിപ്പോ ഫൗണ്ടേഷൻ എക്സാമിനേഷൻ കഴിഞ്ഞ കുട്ടികളകത്ത് കാണും, അല്ലെങ്കിൽ എഴുതിയിട്ട് നിൽക്കുന്ന കുട്ടികൾ കാണും, ഡിഗ്രി കഴിഞ്ഞ എക്സാമിനേഷൻ എഴുതിയ കുട്ടികൾ കാണും. പല സമയത്ത് നിങ്ങൾക്ക് തോന്നി കാണും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെല്ലാം പഠിച്ചു പക്ഷെ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ടെൻഷൻ അടിച്ച് എക്സാമിനേഷൻ എഴുതാതിരുന്നാലോ, നമ്മൾ ആ പറയുന്ന ഫുൾ ഇതും പോയില്ലേ, എഫേർട്ട് ഇട്ടത് മൊത്തം പോയില്ലേ. അപ്പോ ദിസ് ഓൾ ഷുഡ് കം ഇൻ ലൈൻ. നിങ്ങൾ ഹാർഡ് വർക്ക്, നിങ്ങളുടെ ഹെൽത്ത്, എഫേർട്ട്, ഇതെല്ലാം ഒരു ഇതിൽ വരണം. അപ്പോ ഇതെല്ലാം കഴിഞ്ഞു വരുന്ന കുട്ടികളാവുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഒരു പ്രൊഫഷണലിസം നിങ്ങളുടെ ഉള്ളിൽ വരും CA ഇന്റർമീഡിയറ്റ്. അതുകൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. കാരണം കമ്പനീസിന് അറിയാം, ഇഫ് ദേ പാസ്ഡ് CA ഇന്റർമീഡിയറ്റ് ദേ ഹാവ് ഗോൺ ത്രൂ എ ബിഗ് പ്രോസസ്, ഒരു വലിയ പ്രോസസ് കൂടെ അവർ കടന്നു പോയതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു കോഴ്സിൽ വന്നതായതുകൊണ്ട് യു ഹാവ് ടു ബി പ്രൗഡ്. കാരണം നമ്മളിപ്പോ ലിസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ വേൾഡിൽ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് CA ചാർട്ടേഡ് അക്കൗണ്ട്സ് ഇന്ത്യന്റെ ICA ആണ്. ഓക്കെ, എന്നുവെച്ചാൽ പ്രൊഫഷണലായിട്ട് അവർ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഈ പറയുന്ന എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ഡിറ്റർമിനേഷനും കറക്റ്റ് വഴി നമ്മൾ ചൂസ് ചെയ്യുവാണെങ്കിൽ ഇത് പാസ് ആവാനുള്ള പോസിബിലിറ്റീസ് വെരി ഹൈ. കാരണം പണ്ട് CAക്ക് 2%, 3% പാസിംഗ് പെർസെന്റേജ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇവിടെ ഇപ്പൊ മോർ ദാൻ 10% ഉണ്ട്. ഈവൻ നിങ്ങൾ ഈ പ്രാവശ്യത്തെ CA ഫൈനലിന്റെ ഗ്രൂപ്പ് 2ന്റെ പാസിംഗ് പെർസെന്റേജ് നോക്കിയാൽ ഇറ്റ് ഈസ് 21%. ഈ കഴിഞ്ഞ അറ്റംപ്റ്റിൽ we got around 8,000 to 9,000 new chartered accountants. ഓരോ എക്സാമിനേഷൻ എഴുതുമ്പോൾ 8,000 to 9,000 പുതിയ ചാർട്ടേഡ് അക്കൗണ്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് അച്ചീവബിൾ, അത് ആദ്യം മനസ്സിലാക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്റർമീഡിയറ്റിനൊക്കെ 10% ഒക്കെ പാസിംഗ് പെർസെന്റേജ്, 19% പാസിംഗ് പെർസെന്റേജ് വന്ന സമയമുണ്ട്, 18% പാസിംഗ് പെർസെന്റേജ് വന്ന സമയമുണ്ട്. ഇത്രയും പാസിംഗ് പെർസെന്റേജ് ഉള്ളവർക്ക് ഈ 2%, 3% ഒക്കെ പണ്ടായിരുന്നു. നമ്മൾ എന്തിനാ ഒരുപാട് ദൂരോട്ട് പോകണം, ഓൾ ഇന്ത്യയിലോട്ട് പോകണം, നമ്മൾ ഇങ്ങോട്ട് പോവാ, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോവാ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുമ്പോൾ തന്നെ പാസിംഗ് പെർസെന്റേജ് നിങ്ങൾ നോക്ക്. ഓക്കെ, അപ്പോ ഇതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഈസിലി അച്ചീവബിൾ. നിങ്ങൾ CA ഇന്റർമീഡിയറ്റിൽ കയറുമ്പോൾ ഫ്രം ഡേ 1 മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇറ്റ് ഈസ് അച്ചീവബിൾ. 6 സബ്ജക്ട് പഠിക്കാനുണ്ട്, ഫാക്കൽറ്റീസ് പറയുന്നതും ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നതും അതേപോലെ ഞാൻ കേട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്താൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഇത് പാസ്സാൻ പറ്റും. ഓക്കെ ആണോ? പിന്നെ ഈ CA ഇന്റർമീഡിയറ്റിൽ ഞാൻ എപ്പോഴും കുട്ടികളുടെ അടുത്ത് പറയുന്ന ഒരു കാര്യം, നമുക്കിവിടെ
അത് ഞാൻ ക്ലാസ്സിൽ വരുമ്പോഴും ഞാൻ പറയും. നമുക്ക് CA ഇന്റർമീഡിയറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഈ കാണാപ്പാഠം പഠിച്ച് പോകുന്ന ഒന്നും നമ്മൾ ഹെൽപ്പ് ചെയ്യത്തില്ല. അങ്ങനെ ഒന്ന് നമുക്ക് ഈ ഒരു കോഴ്സിൽ നമുക്ക് പറ്റത്തില്ല. ഓൾ വി ഹാവ് ടു അച്ചീവ് ഈസ് ദി കോൺസെപ്ച്വൽ നോളജ്. ആ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. നിങ്ങളുടെ കാര്യം ഒരു എക്സാം ഒന്നും ആലോചിച്ച് നോക്കിയിട്ട്, നമ്മള് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുക, അല്ലെങ്കിൽ XOR Y ഒരാൾ കിടക്കുക, XOR Y ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുക, ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി സർജറിയാണ്, സർജറി നമ്മുടെ കീറി മുറിച്ച് ഇട്ടേക്കുക. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറയാ, ഒരു സെക്കൻഡ് ഞാൻ ഒന്ന് ബുക്ക് റെഫർ ചെയ്ത് നോക്കട്ടെ, ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയാ ചെയ്യണ്ടേ എന്നുള്ളത്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതേ അവസ്ഥയായിരിക്കും, അത് നിങ്ങൾക്ക് അതിന്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞതാ. അതേ അവസ്ഥയായിരിക്കും CA ഫൈനലൊക്കെ പാസ്സായി കഴിഞ്ഞിട്ട് ഒരു ക്ലയന്റ് മുമ്പിൽ വന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഒരാൾ ഒരു ഡൗട്ട് ചോദിക്കുമ്പോൾ, സാർ ഒരു മിനിറ്റ് ഞാനൊന്ന് ബുക്ക് എടുത്ത് നോക്കട്ടെ ഇതെന്താന്നുള്ളത്, അല്ലെങ്കിൽ സാർമാരെ ഒന്ന് വിളിച്ച് നോക്കട്ടെ, അന്ന് കോസ്റ്റിംഗ് അയാൾ പഠിപ്പിച്ച അയാളുടെ നമ്പർ ഉണ്ട്, അയാൾ ചോദിച്ചു നോക്കട്ടെ. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവിടെ നിങ്ങളുടെ ആ ഒരു പ്രൊഫഷൻ നിങ്ങൾ ഡിഗ്രേഡ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അതുകൊണ്ട് ഇവിടെ എല്ലാ സബ്ജക്റ്റും നമുക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യേണ്ട സബ്ജക്റ്റാ. അതിന്റെ ഒക്കെ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് പോവുക. ഇപ്പോ ഞാൻ ഇതുവരെ ഒരു കുട്ടികളുടെയും കയ്യിൽ നിന്ന് ഒരു കംപ്ലൈന്റ് വരുന്ന കേട്ടിട്ടില്ല. ആ ഫാക്കൽറ്റി ഞാൻ കോൺസെപ്റ്റ് ഡൗട്ട് ചോദിക്കുമ്പോൾ പറഞ്ഞു തരുന്നില്ല, അല്ലെങ്കിൽ എനിക്കത് ക്ലിയർ ആവുന്നില്ല, അയാൾ ഒന്നുകൂടെ ചോദിച്ചിട്ട് പറഞ്ഞു തന്നില്ല എന്നൊരു ഡൗട്ട്, എന്നൊരു പരാതി ഇതുവരെ കേട്ടിട്ടില്ല. പരാതി പക്ഷെ ഫാക്കൽറ്റീസിന്റെ കയ്യിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, പിള്ളേർ ഡൗട്ട് ചോദിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ മാക്സിമം ഡൗട്ട് ചോദിക്കുക, ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആകുന്നത് വരെ ഡൗട്ട് ചോദിക്കുക. നോ വൺ ക്യാൻ സ്റ്റോപ്പ് യു ഫ്രോം പാസിംഗ് CA ഇന്റർമീഡിയറ്റ്. ആ കോൺസെപ്റ്റ് ക്ലിയറിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോ അതായിരുന്നു നിങ്ങൾക്ക് ഈ CA ഇന്റർമീഡിയറ്റിന്റെ ഒരു ഓവറോൾ പിക്ചർ. ഓക്കെ, നൗ ഞാൻ എന്റെ സബ്ജക്റ്റിലോട്ട് വരാം. കോസ്റ്റിംഗ്, കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ട്. ഓക്കെ, ഈ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തെന്ന് നമുക്ക് വളരെ ലേമൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഏറ്റവും ലേമൻ ലാംഗ്വേജിൽ പറയാനാണെങ്കിൽ, നമ്മുടെ ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസസിന്റെയോ കോസ്റ്റ് തീരുമാനിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് കോസ്റ്റിംഗ് യൂസ് ചെയ്യാം. ഏറ്റവും ലേമൻ ലാംഗ്വേജ്, ഒന്നും അല്ല ഡെഫിനേഷൻ, ഏറ്റവും ലേമൻ ലാംഗ്വേജ് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം. ഒരു പ്രൊഡക്റ്റ്, ഞാനിപ്പോ ഒരു മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി, അല്ലെങ്കിൽ പോട്ടെ ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ട് ആണ്, ഞാനൊരു ഓഡിറ്റിന് ഞാൻ ചെയ്യുന്ന ഫീസ്, കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫീസ്. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ ഈ ഞാനൊരു പ്രൊഡക്റ്റിന്റെ സെയിൽസ് പ്രൈസ് തീരുമാനിക്കണമെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു സർവീസസിന്റെ കോസ്റ്റ് ഒരു സർവീസസിന്റെ അതിന്റെ റേറ്റ് തീരുമാനിക്കണമെങ്കിൽ, എന്ന് വെച്ചാൽ ഇൻ ഷോർട്ട് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കണമെങ്കിൽ, ഒരു പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കണമെങ്കിൽ ഐ ഹാവ് ടു നോ വാട്ട് കോസ്റ്റ് ഐ മൈറ്റ് ഇൻകർ. എത്ര കോസ്റ്റ് ഇൻകർ ചെയ്യണമെന്ന് ഞാൻ കണ്ടുപിടിക്കണം ആദ്യം. കാരണം അത് ആ കോസ്റ്റ് എത്ര ആണെന്ന് അറിഞ്ഞാലല്ലേ അതിന്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ ഒരു പ്രൊഡക്റ്റിന്റെയോ സർവീസസിന്റെയോ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യാനോ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിൽക്കാനോ, അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യാനോ നമുക്ക് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് കോസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കോസ്റ്റിംഗ് ഉപയോഗിച്ചിട്ടാണ്. സി, ഫിനാൻഷ്യൽ, വളരെ ഷോർട്ടായിട്ട് വേറൊരു കാര്യം പറഞ്ഞാൽ, നിങ്ങൾ അക്കൗണ്ടിങ് പഠിച്ചു ഫൗണ്ടേഷനിൽ, അല്ലെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങൾ അക്കൗണ്ടിങ് പഠിച്ചു. അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻ ഞാനിപ്പോ ചോദിക്കുന്നില്ല, പഠിക്കാനുണ്ടായിരുന്നു, പഠിച്ചില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസ് പഠിക്കാനുണ്ട്. ഈ അക്കൗണ്ടിങ്ങിന്റെ ലിമിറ്റേഷൻസിൽ നിന്നാണ് കോസ്റ്റ് അക്കൗണ്ടിങ് ഉണ്ടായത്. അക്കൗണ്ടിങ് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ആ ലിമിറ്റേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഫ്യൂച്ചർ ഓറിയന്റഡ്. അതൊരു ഫ്യൂച്ചർ ഓറിയന്റഡ് സബ്ജക്റ്റേ അല്ല. അക്കൗണ്ടിങ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പോയ കാര്യം, നമ്മൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞു പോയ കാര്യങ്ങളാണ് നമ്മൾ ജനറലി അതിനകത്ത് കാണിക്കുന്നത്. ഓക്കെ, അതിന്റെ റിസൾട്ട്, അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, പക്ഷേ നമുക്കൊരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അതിൽ നിന്ന് കിട്ടുന്നല്ലാതെ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല, അക്കൗണ്ടിങ്ങിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ഒരു ലിമിറ്റേഷനിൽ നിന്നാണ് കോസ്റ്റിംഗ് ഉണ്ടായത്. ഓക്കെ, അപ്പോ കോസ്റ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. കോസ്റ്റിനെ കൺട്രോൾ ചെയ്യണം. കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന വഴി
കോസ്റ്റ് റിഡ്യൂസ് ചെയ്യണം. ഇതാണ് മെയിൻ ഒബ്ജക്ട്. കോസ്റ്റ് കൺട്രോൾ ചെയ്യുന്ന വഴി കോസ്റ്റ് റിഡ്യൂസ്. ഇതിന്റെ ഒബ്ജക്റ്റീവ് ഒക്കെ പറഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് പറയുന്നത് സെല്ലിംഗ് പ്രൈസ് തീരുമാനിക്കാനാണ്, മാനേജ്മെന്റിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ്, കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്, കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്, വേസ്റ്റേജ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെ ഉള്ള പല ഒബ്ജക്റ്റീവും കോസ്റ്റിംഗും ഉണ്ട്. പക്ഷെ മേജർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കോസ്റ്റിനെ കൺട്രോൾ ചെയ്ത് കോസ്റ്റിനെ റിഡ്യൂസ് ചെയ്യാന്ന്. എന്ന് വെച്ചാലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനൊരു പെൻ മാനുഫാക്ചറിങ് കമ്പനിയാണ്, പെൻ. ഓക്കെ, മാർക്കറ്റിൽ ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ നിങ്ങളിപ്പോ ഒരു ക്ലാസ്സിൽ ചെന്നാൽ നോർമലി നമ്മൾ ഒരു 10 രൂപയുടെ പെന്നൊക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുക. ഓക്കെ, നമ്മുടെ കാര്യം വിട്ടൊക്കെ നമ്മൾക്ക് 2 രൂപ 3 രൂപയുടെ പേനൊക്കെയാണ് മേടിക്കുന്നത്. എന്നാലും പോട്ടെ, അസ്യൂം നമ്മൾ 10 രൂപയുടെ പേനയാണ് വെച്ചാണ് നമ്മൾ മേടിക്കുന്നത്. 10 റുപ്പീസിന്റെ പെനാണ് ജനറലി എല്ലാവരും കാറ്റഗറൈസ് ചെയ്തുള്ള 10 റുപ്പീസിന്റെ പെന്നായിരിക്കും എല്ലാവരും ഈ പഠിക്കുന്ന കുട്ടികൾ എല്ലാവരും ജനറലി മേടിക്കുന്ന 10 റുപ്പീസിന്റെ പെന്നാണ്. അപ്പൊ ഞാനൊരു പെൻ മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. പെൻ മാനുഫാക്ചറിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് മാർക്കറ്റിൽ എൻട്രി ചെയ്യാൻ വേണ്ടി ഡെയിലി യൂസേജിന്റെ പേനാണ് ഞാൻ പറയണേ. ഈ സൈൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന പാർക്കർ പോലത്തുള്ള പെനല്ല, ഡെയിലി യൂസിന് ഞാൻ കുറെ പെൻ മാനുഫാക്ചർ ചെയ്യാൻ പോവാ. ഞാൻ തീരുമാനിച്ചു ഒരു 1 lakh യൂണിറ്റ് 1 lakh പെൻ പ്രൊഡ്യൂസ് ചെയ്യാൻ. ഈ 1 lakh പെൻ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞാൻ നല്ല ക്വാളിറ്റി സാധനം, നല്ല പ്രീമിയം സാധനം, ആൾക്കാർക്ക് പ്രീമിയം തോന്നത്തക്ക രീതിയിൽ ഞാൻ എന്ത് ചെയ്തു, നേരെ ഡെയിലി യൂസിന് വേണ്ടി ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത അല്ലെങ്കിൽ ഇവിടെ എന്റെ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്ത മാനുഫാക്ചർ ചെയ്ത പെൻ നിങ്ങൾ ഉപയോഗിക്കണം എന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്ത് ഒരു ഫിലിം സ്റ്റാറിനൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വെറും 30 റുപ്പീസ് അല്ലെങ്കിൽ 20 റുപ്പീസ് ചെലവാക്കുക, നിങ്ങൾക്ക് ഈ പെൻ സ്വന്തമാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അഡ്വർടൈസ്മെന്റ് കൊടുക്കുക. ഓക്കെ, ഇവിടെ 10 റുപ്പീസിന്റെ പേന മേടിക്കാൻ തന്നെ നമ്മൾ 10 പ്രാവശ്യം ആലോചിക്കും. ആ സ്ഥലത്ത് ഡെയിലി യൂസിന് വേണ്ടി പർപ്പസ് സെയിം ആണ്. ഈ 10 റുപ്പീസിന്റെ പേനയും കൊണ്ട് എഴുതുന്നതും 20 റുപ്പീസിന്റെ പേനയും കൊണ്ട് എഴുതുന്ന സാധനം സെയിം ആണ്. അത് റെഗുലർ യൂസ് ആണെങ്കിൽ 2 ദിവസം 3 ദിവസം ലാസ്റ്റ് ചെയ്യും ഈ 20 റുപ്പീസിന്റെ പെൻ. നിങ്ങൾ ഇത് മേടിക്കുമോ? നിങ്ങൾ മേടിക്കില്ല. ഞാൻ ഉണ്ടാക്കി വെച്ചാൽ അല്ലെങ്കിൽ എന്റെ കമ്പനി പ്രൊഡ്യൂസ് ചെയ്ത ഈ 1 lakh പെന്നും വേസ്റ്റ് ആവും. പോട്ടെ, പിന്നെ ഞാൻ തീരുമാനിച്ചു 20 റുപ്പീസ് ആക്കണ്ട, 15 റുപ്പീസ് ആക്കാം. മേടിക്കുമോ? ഇല്ല. എന്തിനാ പറയുന്നേ? ഞാൻ 10 രൂപയുടെ പകരം 10.5 എന്ന് പറഞ്ഞാൽ പോലും എന്റെ കമ്പനി നിങ്ങൾ ഇത് മേടിക്കില്ല. നിങ്ങൾ സെയിം പർപ്പസിന് യൂസ് ചെയ്യുന്ന പെൻ ഏറ്റവും ലോ കോസ്റ്റിന് ക്വാളിറ്റി ഉള്ള സാധനം. 3 രൂപയുടെ പെൻ അത്രയും ക്വാളിറ്റി ഇല്ലല്ലോ. ക്വാളിറ്റി ഉള്ള ഒരു സാധനം സെയിം പർപ്പസ് എഴുതാൻ വേണ്ടി തന്നെ യൂസ് ചെയ്യുന്നത് നിങ്ങൾ എത്ര രൂപയുടെ പേനയെ മേടിക്കത്തുള്ളൂ? 10 റുപ്പീസിനെ മേടിക്കത്തുള്ളൂ. അപ്പോഴേ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, പല കമ്പനീസിനും സ്വന്തമായിട്ട് എന്ത് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. ചില പ്രൊഡക്റ്റിന്റെ സെല്ലിംഗ് പ്രൈസ് വലിയ രീതിയിൽ ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല ടു ഗെറ്റ് ദി മാക്സിമം പ്രോഫിറ്റ്. മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ എനിക്ക് സെല്ലിംഗ് പ്രൈസ് ഓൾട്ടർ ചെയ്യാൻ പറ്റത്തില്ല. അതെനിക്ക് മനസ്സിലായി. പക്ഷെ എന്നാൽ എനിക്ക് കമ്പനിയിൽ പ്രോഫിറ്റ് കൂട്ടിയേ വേണം. പ്രോഫിറ്റ് എനിക്ക് കൂട്ടിയേ പറ്റത്തുള്ളൂ. എനിക്ക് കഴിഞ്ഞ വർഷം കിട്ടിയ അതേ പ്രോഫിറ്റ് തന്നെയാണ് ഈ വർഷം പ്രോഫിറ്റ് ചെയ്യുന്നതെങ്കിൽ ദർ ഇസ് നോ ഗ്രോത്ത് ഇല്ലാതെ കമ്പനി സസ്റ്റെയിൻ ചെയ്യത്തില്ല. സോ ഐ ഹാവ് ടു ഗെറ്റ് മാക്സിമം പ്രോഫിറ്റ്. എനിക്ക് ഇനിയും പ്രോഫിറ്റ് കൂട്ടണം. അപ്പോ സെല്ലിംഗ് പ്രൈസ് കൂട്ടാൻ പറ്റത്തില്ല എങ്കിൽ ഇനി എനിക്ക് ഏത് രീതിയിൽ പ്രോഫിറ്റ് കൂട്ടാം? സപ്പോസ് നേരത്തെ 10 രൂപയുടെ പെൻ, ഈ 10 റുപ്പീസിന്റെ പെൻ എനിക്ക് മാനുഫാക്ചർ ചെയ്യാൻ 6 രൂപയായിരുന്നു എടുക്കുന്നത്. എല്ലാ ചെലവും ചേർത്ത് 6 റുപ്പീസ്. എനിക്ക് പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് 4 റുപ്പീസ്. ഓക്കെ, നൗ ഈ ഒരു പ്രോസസ്സിൽ ഈ 4 എന്ന് പറയുന്ന പ്രോഫിറ്റ് കൂട്ടാൻ 2 വഴിയേ ഉള്ളൂ. ഒന്നെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കൂട്ടുക, അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കുക. സെല്ലിംഗ് പ്രൈസ് കൂട്ടുക എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് ടു റിഡ്യൂസ് യുവർ കോസ്റ്റ്. റിഡ്യൂസ് കോസ്റ്റ്. 6 രൂപയുടെ പകരം ഞാൻ 5 രൂപ ആക്കിയാൽ പ്രോഫിറ്റ് 5. 5 രൂപയുടെ പകരം 4 രൂപ ആക്കിയാൽ പ്രോഫിറ്റ് 6. ഇൻസ്റ്റെഡ് ഓഫ് 4, if I reduce my cost to 3, my profit will 7. അപ്പൊ കോസ്റ്റിംഗിന്റെ മെയിൻ ഉദ്ദേശം എന്തുവാ? ഈ കോസ്റ്റ് അല്ലേ, ഇതിനെ ഇങ്ങനെ റിഡ്യൂസ് ചെയ്ത് പോവുക. സർ, ഞാൻ ഒരു കമ്പനിയിൽ ചേർന്നിട്ട് ആ കമ്പനിയിൽ ഞാൻ കോസ്റ്റ് റിഡ്യൂസ് ചെയ്ത് കൊടുത്തു എന്ന് വിചാരിക്കുക സർ. 6 റുപ്പീസിന്റെ കോസ്റ്റ് ഞാൻ 5 റുപ്പീസ് ആക്കി. എന്റെ ജോലി തീർന്നോ? ഇല്ല. നിങ്ങൾ 5 രൂപ ആക്കിയാൽ മാനേജ്മെന്റ് പറയും നാളെ അത് 4 രൂപ ആക്കാം. നിങ്ങൾ 4 രൂപ ആക്കിയാൽ അത് 3 രൂപ ആക്കാൻ പറയും. സോ ഇറ്റ് ഈസ് ആൻ ഓൺ ഗോയിങ് പ്രോസസ്. ഇത് നിൽക്കത്തില്ല ഒരിക്കലും. ഇത് കോസ്റ്റ് ഇങ്ങനെ കുറച്ച് വരണം.
സാറേ കോസ്റ്റ് എല്ലാം കുറച്ച് സീറോ ആവുമോ? പൊട്ടത്തരം പറയരുത്. ഓക്കെ, അതൊന്നും ആവില്ല. അപ്പൊ നമുക്ക് മാക്സിമം എത്ര കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും മാക്സിമം പോസിബിൾ കോസ്റ്റ് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. അതാണ് ഈ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മേജർലി പഠിക്കാനുള്ളത്. സോ ഈ സബ്ജക്റ്റോട്ട് വരുമ്പോ നിങ്ങൾക്ക് ടോട്ടലി 2 ബുക്സാണ് പഠിക്കാനുള്ളത്. 2 മൊഡ്യൂൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. മോഡ്യൂൾ 1-ൽ, കാരണം ഇതുവരെ കോസ്റ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, CA ഫൗണ്ടേഷൻ വരെ ആ റൂട്ടിൽ വരുവാണെങ്കിൽ കോസ്റ്റിംഗ് ഒന്നും പഠിച്ചിട്ടില്ല. ഡിഗ്രി റൂട്ട് വരുവാണെങ്കിൽ കോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ട്, പക്ഷെ അത് എക്സാമിനേഷൻ പാസ്സാവാൻ വേണ്ടി, എക്സാമിനേഷന് മാർക്ക് കിട്ടാൻ വേണ്ടി പഠിച്ചതാണ്. ഇൻഡെപ്ത് നോളജോടെ പഠിച്ച് ആവാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, ചില പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് മോഡ്യൂൾ 1-ൽ കോസ്റ്റിംഗിന്റെ ബേസിക്സ് ആണ് പഠിക്കാനുള്ളത്. ചെറിയ രീതിയിൽ തുടങ്ങി, ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് തുടങ്ങി ഇങ്ങനെ പെതുക്കെ 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 കോസ്റ്റിംഗിന്റെ ഓരോ ടേംസ് മനസ്സിലാക്കി, കോസ്റ്റിംഗിന്റെ ഓരോ ഐറ്റവും മനസ്സിലാക്കി പോകും. ആ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞിട്ട് കോസ്റ്റിംഗിന്റെ ജേർണൽ എൻട്രി വരെ ഉണ്ട് കോസ്റ്റിംഗ്. ആ ജേർണൽ എൻട്രി വരെ പഠിച്ചിട്ട് നമ്മൾ സെക്കൻഡ് മോഡ്യൂളിലോട്ട് കയറും. സെക്കൻഡ് മോഡ്യൂളിലാണ് ഈ കോസ്റ്റിംഗ് പല ബിസിനസ്സിൽ എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കുന്നത്. മോഡ്യൂൾ 2-ല് ഫോർ എക്സാമ്പിൾ, കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ ഞാൻ കുറെ വഴി കണ്ടുപിടിച്ചു. എന്നിട്ട് ഞാൻ കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്ന് മാറിയിട്ട് ഞാനൊരു എന്താ പറയണേ, മൊബൈൽ മാനുഫാക്ചറിങ് കമ്പനിയിലോട്ട് ജോയിൻ ചെയ്തു. അവിടെ ചെന്ന് കാർ മാനുഫാക്ചറിങ് കമ്പനിയിൽ ഞാൻ എന്തൊക്കെ മെത്തഡ് യൂസ് ചെയ്തിട്ട് കോസ്റ്റ് കുറച്ചോ അതേ സാധനം തന്നെ എനിക്ക് മൊബൈലിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ ഒരു ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ്സിൽ പോയാൽ അവിടെ ചെയ്യാൻ പറ്റത്തില്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി, IIT പോലത്തുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാൽ എനിക്ക് അവിടെ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ബിസിനസ് ടു ബിസിനസ് കോസ്റ്റിംഗ് ഉപയോഗിക്കേണ്ട രീതിയും വേറെയാണ്. ഒരു കോൺട്രാക്ടറിന് പോയാൽ കോൺട്രാക്ടർ യൂസ് ചെയ്യുന്നത് വേറെയാ, അല്ലെ? ഒരു ട്രാൻസ്പോർട്ട് ഏജൻസി പോയാൽ അവിടെ വേറെയാ. അപ്പൊ ബിസിനസ് ടു ബിസിനസ് കോസ്റ്റിംഗ്, ബിസിനസ് ടു ബിസിനസ് അവരുടെ നേച്ചർ മാറുന്നതിന്റെ കൂടെ തന്നെ കോസ്റ്റിംഗ് മോൾഡ് ആവും. അപ്പൊ ബേസിക്സ് പഠിച്ചു കഴിഞ്ഞ് മോഡ്യൂൾ 2-ല് പഠിക്കുന്നത് എന്താ? ഈ കോസ്റ്റിംഗ് പല ബിസിനസ്സിൽ എങ്ങനെ യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് 3 ചാപ്റ്റർ, മോഡ്യൂൾ 2-ലെ ലാസ്റ്റ് 3 ചാപ്റ്റർ പ്രാക്ടിക്കലി ഭയങ്കര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്. കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഓഫീസിൽ നിന്നൊക്കെ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ ജോലി കിട്ടിയപ്പോൾ എന്നെ വിളിച്ച് ഈ ചാപ്റ്റേഴ്സിനൊക്കെ ഇമ്പോർട്ടൻസ് ചോദിച്ചു. കാരണം അവിടെ അതൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എന്റെ ഫ്രണ്ട്സ് മാനുഫാക്ചറിങ് കമ്പനീസിലൊക്കെ ഉള്ള ആൾക്കാർ, അവര് അവിടെ CFO ആയിട്ടൊക്കെ ജോയിൻ ചെയ്ത ആൾക്കാർ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് എല്ലാം അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, നമുക്ക് അറൌണ്ട് ഫെബ്രുവരി ഒക്കെ ആവുമ്പോൾ നമ്മുടെ ന്യൂസ് ചാനലൊക്കെ തുറന്നു നോക്കിയാൽ അവിടെ ബഡ്ജറ്റ് ഇടും. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യൻ എക്കണോമി ഗ്രോ ചെയ്യാൻ വേണ്ടി അടുത്ത വർഷം നമ്മൾ എന്തൊക്കെ ചെയ്യാനുള്ള ബഡ്ജറ്റ് ഇടും. അതേപോലെ ഓരോ ബിസിനസ്സിലും ബഡ്ജറ്റ് ചെയ്യണം. അടുത്ത വർഷം എത്ര പ്രോഫിറ്റ് കിട്ടണം, ആ പ്രോഫിറ്റ് കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആദ്യം ബഡ്ജറ്റ് പഠിക്കും. ഇൻട്രസ്റ്റിംഗ് അല്ലേ? ബഡ്ജറ്റ് പഠിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പല മെത്തഡൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറെ ഡിസിഷൻ മേക്കിംഗ് എടുക്കാനുണ്ട്. നമ്മൾ ആ ഇയർ വരുമ്പോൾ അതിനകത്ത് കുറെ ഡിസിഷൻ എടുക്കാനുണ്ട്. നമ്മൾ ഏതൊക്കെ, നമ്മൾ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണോ അതോ വെളിയിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണോ, അങ്ങനെ പല കാര്യങ്ങളും. അതൊക്കെ നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന സബ്ജക്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ, അല്ലെങ്കിൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ പഠിക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നമ്മള് ബഡ്ജറ്റിൽ പറഞ്ഞത് ഇത്രയും പ്രോഫിറ്റ് കിട്ടണം, ഇത്രയും കോസ്റ്റ് നിർത്തണം, ഇത്രയും സെല്ലിംഗ് പ്രൈസ് ആകണമെന്ന്. പക്ഷെ ആക്ച്വലി പ്രോഫിറ്റ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ആക്ച്വലി സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു പോയി, അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ കോസ്റ്റ് ഇത്രയും നിർത്തണം എന്ന് വിചാരിച്ചു അതിൽ കൂടി, ഇങ്ങനെ പറയുന്ന പല മിസ്മാച്ചും വരും. അതെല്ലാം മിസ്റ്റേക്ക് എവിടാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനൊരു മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഞാനൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു, അത് പാക്ക് ചെയ്യുന്നു, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് എത്തിക്കുന്നു, അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇപ്പൊ ഫ്ലിപ്കാർട്ട് പോലത്തെ ഡിസ്ട്രിബ്യൂഷൻ ചാനലൊക്കെ എടുത്തു ക്ലയന്റ് കയ്യിൽ നിന്ന് എത്തിക്കുന്നു. അപ്പൊ ഇതിന്റെ കിടക്ക് എന്തുമാത്രം ആൾക്കാർ, എന്തുമാത്രം ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഇൻവോൾവ് ആണ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കാണും, പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കാണും, സെല്ലിംഗ് ഡിപ്പാർട്ട്മെന്റ് കാണും, ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് കാണും, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കാണും. എന്റെ പ്രോഫിറ്റ് ഞാൻ ബഡ്ജറ്റിൽ പറഞ്ഞത് 10 കോടി വേണമെന്നാ, 8 കോടിയെ കിട്ടിയുള്ളൂ. 2 കോടി പ്രോഫിറ്റ് എന്റെ എവിടെ പോയെന്ന് പറഞ്ഞ് എല്ലാരെയും വിളിച്ച് വരുത്തിട്ട് മൈക്കൊക്കെ വാടകയ്ക്ക് എടുത്ത് എല്ലാരും ചീത്ത വിളിക്കുക. എന്ത് ബെനിഫിറ്റ് അതുകൊണ്ട്? എനിക്ക് മനസ്സിൽ പോലും ആവില്ല എന്റെ കോസ്റ്റ്, എനിക്ക് എന്തുകൊണ്ടാ പ്രോഫിറ്റ് കുറഞ്ഞതെന്ന് എനിക്ക് അറിയില്ല. സോ ഫോർ ദാറ്റ്
വി യൂസ് എ ടെക്നിക് കോൾഡ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അവിടെ നമ്മൾക്ക് എവിടാണോ എനിക്ക് പ്രശ്നം പറ്റിയത്, ഈ കുറച്ച് ഫോർമുലാസ് യൂസ് ചെയ്തിട്ട് ഇവൻ നമ്മൾ നേരെ ഡയറക്റ്റ് ചെയ്യും. നീ എല്ലാരെയും വിളിച്ച് മൈക്കൊക്കെ ഹയർ ചെയ്ത്, മൈക്ക് സെറ്റ് ഒക്കെ ഹയർ ചെയ്ത് എല്ലാരും ചീത്ത വിളിക്കണ്ട. ആരെ ചീത്ത വിളിക്കണോ അവനെ പോയിന്റ് ഔട്ട് ചെയ്ത് ഇഞ്ഞ് തരും. ബാക്കി കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്തോ. അപ്പോ പ്രാക്ടിക്കലി ഈ 3 ടോപ്പിക്കിനും ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോ ഇൻ ഷോർട്ട്, നമ്മള് ബേസിക്സ് തൊട്ട് കോസ്റ്റിംഗ് ഞാൻ കോസ്റ്റിംഗ് പഠിപ്പിക്കുന്ന രീതിയിൽ നമ്മള് വളരെ ബേസിക് ആയിട്ട് പഠിച്ച് അതിന്റെ തിയറി എഴുതി, പ്രോബ്ലംസും ചെയ്ത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്ത്, ആർട്ടിക്യും ചെയ്ത്, എല്ലാം സോൾവ് ചെയ്ത്. കാരണം ഇതിനകത്ത് കോൺസെപ്റ്റ് ക്ലിയർ ആവണമല്ലോ. ഓക്കെ, എല്ലാം ക്ലിയർ ചെയ്ത് വരുന്നത്. അപ്പൊ ഇതിന്റെ സ്റ്റെപ്പ് ഇങ്ങനെയാ പോണേ. ബേസിക്സ് നമ്മൾ പഠിച്ചു ഫസ്റ്റ് മോഡ്യൂളില്, സെക്കൻഡ് മോഡ്യൂളില് കോസ്റ്റിംഗ് എങ്ങനെ യൂസ് ചെയ്യുന്നത് പഠിച്ചു, എന്നിട്ട് മേജർ ആയിട്ട് 3 ചാപ്റ്റേഴ്സ് പഠിച്ചു. ഓക്കെ, ഇതെല്ലാം നാളെ നിങ്ങൾ ഒരു മാനുഫാക്ചറിങ് കമ്പനിയിൽ എന്തെങ്കിലും രീതിയിലുള്ള വർക്കിംഗോ എന്തെങ്കിലും പോകുമ്പോൾ ഇതെല്ലാം നിങ്ങൾ പ്രാക്ടിക്കലി യൂസും ചെയ്യും. അപ്പോൾ ഇവിടെ ഏതൊരു പ്രോസസ്സിംഗ് ബിസിനസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് പ്രോസസ് കോസ്റ്റിംഗ് പഠിക്കുന്നുണ്ട്, പ്രോസസ്സ് പഠിക്കാം, കോൺട്രാക്ട് കോസ്റ്റിംഗ് പഠിക്കാനുണ്ടെന്ന് ഇപ്പൊ ഇല്ല. ഓക്കെ, അത് യൂണിറ്റ് കോസ്റ്റിംഗ്, ഇത് അതെന്ന് പറഞ്ഞ് ഇഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പഠിക്കണം. നല്ല ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് ആണ്. ഇൻട്രസ്റ്റിംഗ് സബ്ജക്ട് കോസ്റ്റിംഗ് മാത്രമല്ല, നിങ്ങളുടെ ഈ 6 സബ്ജക്ട് ഇൻട്രസ്റ്റിംഗ് ആണ് ഇഫ് യു നോ ദി ഇമ്പോർട്ടൻസ് ഓഫ് ദോസ് സബ്ജക്ട്സ്. ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ വിളിച്ചിട്ട്, സാർ ഈ സബ്ജക്ട് മനസ്സിലാവില്ല, സാർ ടാക്സേഷൻ പാടായിട്ട് തോന്നുന്നു, സാർ ലോ പാടായിട്ട് തോന്നുന്നു, സാറിന്റെ സബ്ജക്ട് കോസ്റ്റിംഗ് പാടായിട്ട് തോന്നുന്നു, പല ആൾക്കാരും പറയും. പക്ഷെ അത് ഞാൻ ഒക്കെ അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അതിനെ ടഫായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അതിനകത്തുള്ള അപ്രോച്ച് ശരിയല്ല. ദി വേ യു ആർ അപ്രോച്ചിങ് ടു ദാറ്റ് സബ്ജക്ട് ഇസ് റോങ്. അപ്പൊ അതിന്റെ അപ്രോച്ച് മാറ്റുക. അത് എനിക്ക് പറയാനുള്ള കാരണം വെച്ചാൽ, ഞാൻ ഫൈനൽ പഠിച്ചപ്പോൾ എന്റെ അടുത്ത് ഒരു ഫാക്കൽറ്റി പറഞ്ഞ കാര്യം, ഞാൻ ഒരു സബ്ജക്ട് പഠിക്കുന്നു, ആ സബ്ജക്റ്റിൽ എനിക്ക് തീരെ കോൺഫിഡൻസ് കിട്ടുന്നില്ല, ആ സബ്ജക്റ്റിന്റെ ക്വസ്റ്റ്യൻസ് എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഞാൻ 100% പഠിച്ചിട്ടുണ്ട്. എന്നോട് ഫാക്കൽറ്റി പറഞ്ഞു, സൂരജ്, നീ ആ സബ്ജക്റ്റിലോട്ട് ഇറങ്ങി ചെല്ലുന്നത്, അല്ലെങ്കിൽ നീ ആ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുന്നത് ശരിയല്ല. നിന്റെ അപ്രോച്ച് മാറ്റ. നീ ഈ ചാപ്റ്റർ പഠിച്ചു, ഈ ചാപ്റ്റർ ലിങ്ക് ആണ്, ഇങ്ങനെ പഠിക്കുക. നീ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ പുതിയ ചാപ്റ്റർ അല്ല, ഇതെല്ലാം ലിങ്ക് ആണ്, എല്ലാം ലിങ്ക് ചെയ്ത് പഠിക്കുക എന്ന് പറഞ്ഞപ്പോ ആ ഒരു ചെറിയൊരു വ്യത്യാസം വരുത്തിയപ്പോഴത്തേക്ക് എനിക്ക് ആ സബ്ജക്ട് ഫേവറേറ്റ് സബ്ജക്റ്റ് ആയി മാറുകയും എക്സാമിന് 68 മാർക്സ് എനിക്ക് അതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റി. അപ്പോ ഈ പറയുന്ന 6 സബ്ജക്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. CA ലൈഫിൽ ഇത് ടുഡേ അല്ലെങ്കിൽ ഇന്നോ നാളെയോ എപ്പോഴെങ്കിലും നമുക്കൊന്ന് യൂസ് ചെയ്യേണ്ടി വരുന്ന സബ്ജക്ട്സ് ആണെന്ന് വെച്ച് തന്നെ നിങ്ങൾ ഈ സബ്ജക്ട്സ് പഠിക്കുക. എന്നാലേ, കാരണം ഇന്റർമീഡിയറ്റ് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും. നിങ്ങൾ ഇന്റർമീഡിയറ്റ് പഠിക്കുന്ന ഇന്റർമീഡിയറ്റ് ഫൈനലും ആർട്ടിഫിഷ്യൽ ഒക്കെ നിങ്ങൾ മെമ്മറീസ് ആണ് ശരിക്കും പറഞ്ഞാൽ. ഈ പറയുന്ന 8-9 മാസം നിങ്ങൾ ഒരു ക്ലാസ്സിൽ കുറച്ച് ആൾക്കാർ കൂടി വന്നിരിക്കുന്നു, ഫാക്കൽറ്റീസ് പഠിക്കുന്നു, IIT എക്സാമിനേഷൻ ഇടുന്നു, എക്സാമിനേഷൻ മാർക്ക് കിട്ടുന്നു, വീട്ടിൽ പാരന്റ്സിനെ വിളിച്ച് പറയുന്നു, അവിടുന്ന് വഴക്ക് കിട്ടുന്നു, ഇവിടുന്ന് വഴക്ക് കിട്ടുന്നു, പ്രഷർ തരുന്നു, എല്ലാം. ഞാൻ എപ്പോഴും ഇന്റർമീഡിയറ്റ് കുട്ടികൾ ഒരു 2 മാസം 3 മാസം 4 മാസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് പ്രഷർ ബിൽഡ് ആയി തുടങ്ങിയോ? ചില ആൾക്കാർ ചോദിക്കും, എന്ത് പ്രഷർ സാർ? ഇപ്പൊ മനസ്സിലാക്കണം, പ്രഷർ ഒന്നും ഇല്ലാന്ന്. പ്രഷർ എന്ന് പറയുന്നത് സമയം കിട്ടുന്നില്ല. സാറ് പഠിപ്പിക്കുന്നു, നമ്മൾ വീട്ടിൽ പോയി പഠിക്കുന്നു, IIT എക്സാമിനേഷൻ ഇടുന്നു, എക്സാമിനേഷന്റെ റിസൾട്ട് വരുന്നു, ഫുൾ ബിസിയാണ് നമ്മൾ. നമുക്ക് ടൈമേ കിട്ടുന്നില്ല. നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ടൈം കിട്ടാത്തതുകൊണ്ട് ടൈം മാനേജ്മെന്റ് ചെയ്യുന്നു. ഫാക്കൽറ്റി 2 ദിവസം മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങൾ എനിക്ക് തീർക്കാൻ പറ്റിയില്ല, ഒരു ലീവ് കിട്ടിയായിരുന്നെങ്കിൽ അത് തീർക്കായിരുന്നു. ആ ഒരു പ്രഷർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണം. അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇന്റർമീഡിയറ്റ് പാസ്സാവും. എനിക്ക് എടുത്തു പറയാൻ പറ്റുന്ന എക്സാമ്പിൾ ആണ് കഴിഞ്ഞ ബാച്ചിൽ പാസ്സായ കുട്ടികൾ. കാരണം അവർ അത്രയ്ക്ക് എഫേർട്ട് ആ ബാച്ച്, നമുക്ക് ആ എഫേർട്ട് ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ കാണാൻ പറ്റും, അവർ അത്രയും എഫേർട്ട് ഇടുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അപ്പൊ അതേപോലെ എഫേർട്ട് ഇട്ട് അവർ പറയുന്ന മാനേജ്മെന്റ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ കേട്ട്, ഫാക്കൽറ്റീസ് ഒക്കെ പറയുന്ന കാര്യങ്ങൾ അതേപോലെ കേട്ട് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ 100% നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് ഉറപ്പാണ്. ഓക്കെ, അപ്പം എനിക്കൊന്ന് ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും പറയണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹലോ സ്റ്റുഡൻസ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഒന്നുകിൽ മെസ്സേജ് ആയിട്ട് അയക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്ക് ഓണാക്കി സംസാരിക്കാം. സാർ അത് ക്ലിയർ ചെയ്ത് തരും.
ഓക്കെ സാർ, അപ്പം എനിക്ക് തോന്നുന്നു ആർക്കും ഡൗട്ടൊന്നുമില്ല. എല്ലാം വളരെ വ്യക്തമായിരുന്നു. വളരെ നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നു. ഓക്കെ, അപ്പോ സാറേ നമുക്ക് എല്ലാവർക്കും എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ ടെൻഷനും ഉണ്ടാവും സാർ. ആ ഓ, അതും കൂടെ റിസൾട്ട് പരിഗണിക്കുള്ളൂ. ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാനുള്ള മൂഡിലൊന്നും അല്ല എന്റെ കുഞ്ഞുങ്ങൾ കേട്ടോ. അതെ അതെ. അപ്പൊ സൂര്യ സാർ എന്നെ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം, സാറൊക്കെ എനിക്ക് തോന്നുന്നു എക്സാമിനേഷൻ എഴുതിയ സമയത്ത് 1 to 2% ഒക്കെ ആയിരുന്നു ICAയുടെ പാസ് പെർസെന്റേജ്. ഇപ്പൊ കുറച്ചുകൂടെ ലിബറൽ ആയിട്ടുണ്ട്, 21% ഒക്കെ ആയിട്ടുണ്ട്. അന്ന് ഒരു മെന്റർ സപ്പോർട്ടോ ഗൈഡ് ചെയ്യാൻ ആൾക്കാരോ ഒന്നുമില്ലായിരുന്ന കാലഘട്ടത്തിലാണ് സാറൊക്കെ എക്സാമിനേഷൻ പാസ്സായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയത്. ഇന്ന് അങ്ങനല്ല. ഇവരുടെ പുറകിൽ വലിയൊരു പില്ലർ, ഫാക്കൽറ്റി നല്ലൊരു പില്ലർ പുറകിലുണ്ട്. അതോടൊപ്പം നമ്മളുടെ സപ്പോർട്ടുണ്ട്. അപ്പൊ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. ഒരു ഫെബ്രുവരി 15 കൂടി റിസൾട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനു മുമ്പ് നമുക്ക് എല്ലാ ദിവസവും ഇതുപോലെ തന്നെ കാണാം. നാളെ ഉണ്ടാവും. Okay, നാളെ സാർ പറയും. സാർ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പറയും സാർ, പറയും. ഇപ്പം CA ഇപ്പൊ ഞാൻ കുറച്ച് നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ പോവാ. ഇപ്പൊ സപ്പോസ് നമ്മൾ CA ഫൗണ്ടേഷൻ എഴുതി, നമുക്ക് നല്ലോണം എക്സാമിനേഷൻ നമ്മുടെ നല്ലോണം എഴുതാൻ പറ്റി, അല്ല എഴുതാൻ പറ്റിയില്ല, റിസൾട്ട് വന്നു, പാസ്സായാൽ വളരെ സന്തോഷം, നിങ്ങളുടെ സീറ്റ്സ് ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം, നല്ല കാര്യം. ഇവൻ ഫെയിൽ ആയാൽ, ഞാൻ ഫെയിൽ ആവുന്ന ആൾക്കാരോടാണ് പറയാനുള്ളത്. ഫെയിൽ ആയി കഴിഞ്ഞാൽ അതോടെ തീർന്നു എന്ന് വിചാരിക്കരുത്. ഓക്കെ, നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ അയ്യോ എന്റെ ജീവിതം പോയി, ഞാൻ ഇനി CA ചെയ്യുന്നില്ല, അത് ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്. ദിസ് ഇസ് എ പാർട്ട് ഓഫ് ദിസ് കോഴ്സ്. ഇത് എനിക്ക് എല്ലാ കുട്ടികളുടെ അടുത്ത് പറയാനുള്ള കാര്യം ഇതാണ്. ഇത് നമ്മൾ പാസ്സായില്ല, എന്റെ ജീവിതം പോയി എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. ഓക്കെ, നമുക്ക് പിന്നെയും അപ്പൊ നിങ്ങൾ വിചാരിക്കേണ്ടത്, നിങ്ങൾ അതുകൊണ്ട് ഒരു റിയലൈസ് ചെയ്യേണ്ടത്, നമ്മൾ പഠിച്ച രീതിയിൽ എവിടോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. നമ്മൾ ഉടനെ ICA ബ്ലെയിം ചെയ്യാൻ പോയി, അവിടെ ബ്ലെയിം ചെയ്യുമ്പോൾ ഇവർ അല്ല, നിങ്ങൾ പഠിച്ച രീതിയിൽ എവിടോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ആ രീതി അങ്ങോട്ട് മാറ്റുക. അങ്ങനെ അല്ലായിരുന്നു അതിനെ അപ്രോച്ച് ചെയ്യുന്നത്, ആ അപ്രോച്ച് അങ്ങോട്ട് മാറ്റുക. ഫാക്കൽറ്റീസിനോട് സംസാരിക്കുക, സാർ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ, ഞാൻ എവിടെ എന്റെ മിസ്റ്റേക്ക് സംഭവിച്ചു ഈ സബ്ജക്റ്റിൽ. നിങ്ങൾക്ക് ഇപ്പൊ സബ്ജക്റ്റിൽ ഇപ്പൊ എക്കണോമിക്സും ലോ ഒക്കെ നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ലി ഫാക്കൽറ്റീസ് എനിക്ക് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാം, സാർ എനിക്ക് ഇതിനകത്ത് ഇത്രയും മാർക്ക് പോയില്ല, അടുത്ത പ്രാവശ്യം എനിക്ക് മാർക്ക് സ്കോർ പാസ് ആവണം, ഞാൻ എന്ത് ചെയ്യണം? അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുക. അതിനെ നെഗറ്റീവായിട്ട് എടുത്തിട്ട് ഇനി എനിക്ക് ജീവിതം പോയി, എന്റെ ജീവിതം തീർന്നു, ഞാൻ CA ഫൗണ്ടേഷൻ പാസ്സായില്ല. ഓക്കെ, ചില ആൾക്കാരൊക്കെ ഇതിനകത്ത് ആദ്യമായിട്ടായിരിക്കും ഫെയിലിയർ ടേസ്റ്റ് ചെയ്യുന്നതൊക്കെ, ചില ആൾക്കാർക്ക്. ഓക്കെ, അവരൊക്കെയാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, തീർന്നു. അങ്ങനെയൊന്നും അല്ല. ഈ കോഴ്സ് അങ്ങനെയാണെന്നുള്ള കാര്യം ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നാളെ നമുക്ക് ഇത് പാസ്സായി കഴിയുമ്പോൾ ഇത് ആരും ഓർക്കത്തൊന്നുമില്ല. നാളെ നിങ്ങളുടെ പേരിന് മുമ്പിൽ CA ആയി കഴിഞ്ഞാൽ, എടാ നീ എത്ര അറ്റംപ്റ്റ് എഴുതി, നീ ഫൗണ്ടേഷന് നീ എക്സാമിഷൻ മേടിച്ചോ, നീ ഫൗണ്ടേഷൻ തോറ്റോ, നിനക്ക് അക്കൗണ്ടിങ്ങിന് എത്ര മാർക്കുണ്ട്, ഇല്ല, ആ പേരിന് മുമ്പിൽ CA എന്ന് കയറി ചെന്നാൽ ഇത് ആരും ചോദിക്കത്തില്ല. അപ്പൊ ആ CA വരുന്നവരെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തിയിട്ട് കണ്ടിന്യൂസ്ലി അങ്ങ് ട്രൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ടെൻഷൻ അടിച്ചിട്ടോ നെഗറ്റീവ് വിചാരിച്ചിട്ടോ റിസൾട്ട് നിങ്ങൾ കിടന്ന് കരഞ്ഞോ, ആ ഒരു ദിവസം ഫുള്ള് കിടന്ന് കരഞ്ഞോ, അങ്ങ് തീർത്തോ, അടുത്ത ദിവസം തൊട്ട് പിന്നെ പോസിറ്റീവ് ആയിക്കോണം. ഓക്കെ, അതിനകത്ത് ഒരു മടിയും വിചാരിക്കും. ചില ആൾക്കാർ, പല ആൾക്കാർക്കും വരുന്നത്, ഞാൻ എങ്ങനെ ഫേസ് ചെയ്യും, എന്റെ കൂടെ ഇരുന്ന് അവൻ പാസ്സായി, ഞാൻ അവനെയൊക്കെ എങ്ങനെ ഫേസ് ചെയ്യും, ഞാൻ മാഡത്തിനെ എങ്ങനെ ഫേസ് ചെയ്യും, ഞാൻ സാർമാരെ എങ്ങനെ ഫേസ് ചെയ്യും? എന്താ ഫേസ് ചെയ്യാൻ ഇത്രയും പാടേ? ഇതൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ, ഇതൊക്കെ കണ്ടു വന്ന ആൾക്കാരാ, കണ്ട് മാത്രമല്ല എക്സ്പീരിയൻസ് ചെയ്ത് വന്ന ആൾക്കാരാ ഫാക്കൽറ്റീസ് എല്ലാം. ഓക്കെ, IITക്ക് സ്ഥിരം കാണുന്ന കാര്യം ഇത്. അങ്ങനൊന്നുമില്ല. നിങ്ങൾ ഓപ്പൺ ആകുക, ഫാക്കൽറ്റീസിനോട് സംസാരിക്കുക, ഫ്രണ്ട്സിനോട് സംസാരിക്കുക. നീ പാസ്സായി, വെരി ഗുഡ്, പക്ഷെ ഞാൻ നിന്റെ അടുത്ത് തന്നെ എത്തും, നീ ചെയ്യാൻ പോകുന്ന ആർട്ടിക്കൽഷിപ്പ് ചെയ്യാൻ പോകുന്ന ഫോമിൽ തന്നെ ഞാനും ആർട്ടിക്കൽഷിപ്പ് ചെയ്യുന്ന ആ ഒരു ധൈര്യത്തോടെ നിങ്ങൾ മുമ്പോട്ട് പോവുക. നെഗറ്റീവ് ആവരുത്. ഓക്കെ, താങ്ക് യു. അതെ, തീർച്ചയായിട്ടും. ഞാൻ 1 മുതൽ 12ാം ക്ലാസ് വരെ ഇതുവരെ എങ്ങും തോറ്റിട്ടില്ല. എല്ലാ ക്ലാസ്സിലും ഞാൻ ഫസ്റ്റ് ആയിരുന്നു. അങ്ങനെയൊന്നുള്ള ചിന്ത വേണ്ട. ഇത് ഒരു പ്രീമിയം കോഴ്സാണ്, അല്ലേ സാർ? അങ്ങനെ തന്നെ എടുത്താൽ മതി. അപ്പം അതിന് ചിലപ്പോൾ ചില പരാജയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ അടുത്ത ചാൻസിൽ എഴുതിയെടുക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ വിചാരിച്ച് മുമ്പോട്ട് പോകുക. അങ്ങനെ സംഭവിക്കില്ല. കാരണം നമ്മൾ അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു. നമ്മളുടെ ഒരു 2 മാസം നീണ്ടു നിൽക്കുന്ന പ്രാക്ടീസ് സെക്ഷനൊക്കെ അതിനെ നിങ്ങളെ 100% വിജയത്തിലേക്ക് എത്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ടെൻഷനൊന്നും വേണ്ട. ഞങ്ങളുടെ എല്ലാ ടീമിന്റെയും പ്രാർത്ഥന നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ നമുക്ക് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാം. നാളെ ഉണ്ട്. നാളെയും 7 o'clock ഇൻഡയറക്ട് ടാക്സിന്റെ ക്ലാസ് ആണ്. CA മുഹമ്മദ് അൽത്താഫ് സാർ നിങ്ങളോട് സംസാരിക്കും. 7 to 8 ഇതേ ടൈമിൽ 1 hour ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ സാർ, അപ്പൊ ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. Thank you, sir. Thank you, sir.